السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖ് അൽ-അല്ലാമ മുഹമ്മദ് നാസിറുദ്ദീൻ അൽ-അൽബാനി റഹിമഹുല്ലാഹ് എഴുതിയ അഹ്കാമുൽ ജനായിസ് എന്ന കിതാബാണ് നമ്മൾ വായിച്ചു വരുന്നത്. ഇതിൽ 8ാമത്തെ അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചത്. അലാമാതു ഹുസ്നിൽ ഖാത്തിമ. എന്താ അർത്ഥം? നല്ല മരണത്തിന്റെ അടയാളങ്ങൾ. അലാമാതു ഹുസ്നിൽ ഖാത്തിമ, നല്ല അന്ത്യത്തിന്റെ അടയാളങ്ങൾ. ആരാ? അലാമാത്തു ഹുസ്നുൽ ഖാത്തിമ എന്ന അധ്യായമാണ് നമ്മൾ വായിച്ചു വരുന്നത്. അതിൽ ഒന്നാമതായി പറഞ്ഞത് ഈ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കൽ. പിന്നെ പറഞ്ഞു എന്താണ്? നെറ്റി വേർത്തുകൊണ്ട് മരിക്കൽ. പിന്നെന്താ പറഞ്ഞത്? വെള്ളിയാഴ്ച രാത്രിയിലോ അല്ലെങ്കിൽ പകലിലോ ഉള്ള മരണം. നാലാമത്തത് ഷഹീദായി മരിക്കൽ, ഇസ്തിഷ്ഹാദ് ഫി സാഹത്തിൽ ഖിതാൽ. 5 അള്ളാഹു കേട്ടെ യുദ്ധത്തിന് പുറപ്പെട്ട് ആ വഴിക്ക് മരിക്കുക. ഷഹീദായാലല്ല, യുദ്ധത്തിന് പുറമേ മരിച്ചു പോവുക. 6ാമത്തത് പാഴൂൻ, പ്ലേഗ് വന്നിട്ട് മരിക്കുക. അതുപോലെ അടുത്തെന്താണ്? 7 വയറ്റിലുള്ള അസുഖം കൊണ്ടുള്ള മരണം. 8 മുങ്ങി മരിക്കുക. 9 കെട്ടിടം തകർന്ന് മരിക്കുക. 10 അത് വരുന്നുണ്ട്. 10 ഒരു സ്ത്രീ പ്രസവത്തോടനുബന്ധിച്ച് മരിക്കുക. 11 തീപിടുത്തത്തിൽ മരിച്ചു പോവുക. 12 ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങളിലുള്ള ഒരു പ്രത്യേകതരം രോഗം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വന്ന് മരിക്കുക. പിന്നെന്താണ്? അതുപോലെ വേറൊരു രോഗം പറഞ്ഞല്ലോ, ക്ഷയം അല്ലെ, ക്ഷയരോഗം വന്ന് ഉള്ള മരണം. പിന്നെ പറഞ്ഞു പ്രതിരോധത്തിന് വേണ്ടിയുള്ള മരണം, സ്വന്തം സമ്പത്തോ അല്ലെങ്കിൽ ശരീരമോ കുടുംബമോ അങ്ങനെയുള്ള കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ പ്രതിരോധിക്കുമ്പോൾ ഉണ്ടാകുന്ന മരണം. ഇതൊക്കെ നല്ല മരണമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അടയാളങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. 9ാമത്തെ അധ്യായം സനാഉൻ നാസി അലൽ മയ്യിത്ത്. സനാഉൻ നാസി അലൽ മയ്യിത്ത്. സനാ എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുക. ആര് പുകഴ്ത്തുക? ജനങ്ങൾ. സനാഉൻ നാസ്, ജനങ്ങൾ പുകഴ്ത്തുക. അലൽ മയ്യിത്ത്, മയ്യിത്തിനെ, മരിച്ചുപോയാളെ ആളുകൾ പുകഴ്ത്തി പറയുക എന്നാണ് അധ്യായത്തിന്റെ പേര്. എന്താണ് ആ വിഷയം? ഷെയ്ഖ് അൽബാനി പറയുകയാണ്, والثناء بالخير على الميت من جمع من المسلمين الصادقين أقلهم 2 من جيرانه العارفين به من ذوي الصلاح والعلم موجب له الجنة بفضل الله. അവരുടെ ശിക്ഷയാണ്. ഫിത്നയാണെന്നാണ് ഹദീസിലുള്ളത്. ഫിത്നത്തുൽ ഖബർ. മാ മിൻ മുസ്ലിമി യമൂതു യൗമൽ ജുമുഅ ലൈലത്തുൽ ജുമുഅ ഇല്ലാ വഖാഹു അല്ലാഹു മിൻ ഫിത്നത്തുൽ ഖബർ. ഖബറിലെ ഫിത്നയിൽ നിന്ന് അല്ലാഹു അവനെ സംരക്ഷിക്കും. അല്ലാഹു അലം. ഒരു മയ്യിത്ത്, ഒരാൾ മരിച്ചാൽ അയാളെ കുറിച്ച് നല്ലതാളുകൾ പറയുക. അങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞാൽ
നല്ലൊരു മനുഷ്യനെ, ഒരാൾ മരിച്ചുപോയാൽ അയാളെ കുറിച്ച് ആളുകൾ നല്ലത് പറയണം. ആരാണ് നല്ലത് പറയുന്നത്? മിൻ ജംഇ മിനൽ മുസ്ലിമീൻ സാദിഖീൻ, സത്യസന്ധരായ ഒരു കൂട്ടം മുസ്ലിങ്ങൾ. അഖല്ലുഹും ഉസ്നാൻ, കുറഞ്ഞത് രണ്ടാളുകൾ, ഏറ്റവും കുറഞ്ഞത് മിനിമം രണ്ടാളുകൾ സത്യസന്ധരായ നല്ല മുസ്ലിങ്ങൾ മരിച്ച ആളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ, അവർ സത്യമല്ലേ പറയുള്ളൂ അല്ലെ, സാദിഖീൻ എന്ന് പ്രത്യേകം പറഞ്ഞു. മിൻ ജീറാനിഹി, അയാളുടെ അയൽവാസികളിൽപ്പെട്ട, അയാളെ നന്നായി അൽ ആരിഫീന ബിഹി, അയാളെ കുറിച്ച് നന്നായി അറിയുന്ന അയൽവാസികളിൽപ്പെട്ട കുറഞ്ഞത് രണ്ടാളുകൾ. എങ്ങനത്തെ ആളുകളായിരിക്കണം? മിൻ ലവി സ്വലാഹി വൽ ഇൽം, വിവരമുള്ള, നന്മ ഉള്ള, ജീവിതത്തിൽ നന്മയുള്ള സാലിഹീങ്ങളായ വിവരമുള്ള ആളുകൾ ഈ മനുഷ്യനെ പുകഴ്ത്തി പറഞ്ഞാൽ, ഏറ്റവും കുറഞ്ഞ എത്ര ആളുകളാണ്? രണ്ടാള്. അങ്ങനെ പറഞ്ഞാൽ അത് മൂജിബുൻ ലഹുൽ ജന്ന, ആ മനുഷ്യന് സ്വർഗം നിർബന്ധമാക്കുന്ന കാര്യമാണ്. ബിഫദ്ലില്ലാഹ്, അള്ളാഹുവിന്റെ അതിമഹത്തായ ഔദാര്യത്താൽ. നമ്മളെ പറ്റി പറയും അങ്ങനെ ആരെങ്കിലും? അല്ലാഹു അലം. വഫീഹി അഹാദീസ്, അതിൽ ഈ വിഷയത്തിൽ ഒരുപാട് ഹദീസുകളുണ്ട്. അലൈഹിസ്സലാം മർഹബൻ ബിക്കും. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാൽ, ഒന്നാമത്തേത് അനസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, മുർ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിജനാസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നബിയുടെ അടുത്തുകൂടെ കൊണ്ടുപോകപ്പെടുകയുണ്ടായി ഒരു ജനാസ, ഒരു മയ്യിത്ത് കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഇരിക്കുമ്പോൾ ഫഉസ്നിയ അലൈഹാ ഖൈറാ, അപ്പോൾ ആ മനുഷ്യനെ പറ്റി നല്ലത് പറയപ്പെട്ടു. കാരണം അവിടെ ഉണ്ടായിരുന്ന സഹാബിമാരുണ്ടല്ലോ, ആ ആളെ പറ്റി വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. വതതാബഅത്തിൽ അൽസുനു ബിൽ ഖൈർ, മാത്രമല്ല നാവുകൾ ഇങ്ങനെ തുടരെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറെ ആളുകൾ പറഞ്ഞു, ഒരാൾ പറഞ്ഞു, വേറെ ആളുകൾ പറഞ്ഞു, വേറെ ആളുകൾ, അങ്ങനെ ഒരു കൂടെ ഇരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരുന്ന സഹാബത്ത് ഇങ്ങനെ ഈ കൊണ്ടുപോയ മയ്യത്തിനെ പറ്റി, ആ മരിച്ച മനുഷ്യനെ പറ്റി നല്ലത് പറയാൻ തുടങ്ങി. ഫഖാലു, അവർ പറഞ്ഞു, കാന മാ അലിംനാ യുഹിബ്ബുല്ലാഹ വറസൂലഹു, ഈ മനുഷ്യനെ പറ്റി ഞങ്ങൾ മനസ്സിലാക്കുന്നത് അയാൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ച ആളായിരുന്നു. ഈ ഹുബ്ബുല്ലാഹി വറസൂലിഹി എന്ന് പറയാനുള്ള സഹാബത്ത് പ്രത്യേകം പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ മുനാഫിഖ് അല്ല എന്ന് സൂചിപ്പിക്കാനാണ്. മുനാഫിക്കിനെ കുറിച്ച് അവരെന്ത് പറയില്ല? അള്ളാഹിനെ റസൂലിനെ സ്നേഹിക്കുന്നവനാണവൻ എന്ന് പറയില്ല. മുനാഫിഖ് അല്ലാത്ത ആളുകളെ കുറിച്ച് മാത്രമേ അത് പറയുള്ളൂ. അതാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. കഅബിന്റെ സംഭവങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ഇല്ലാത്തവരത് പഠിക്കണം. നിങ്ങൾ സൂറത്തു തൗബയിലെ ആയത്തിന്റെ തഫ്സീർ വായിച്ചു നോക്കിയാൽ വഅല സലാസത്തി അല്ലദീന ഖുല്ലിഫു എന്ന് തുടങ്ങുന്ന ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ എന്നായത്തുണ്ടല്ലോ. സത്യവിശ്വാസികൾ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, സത്യസന്ധന്മാരുടെ കൂടെ നിൽക്കുക എന്നുള്ള ആയത്തിന് തൊട്ടുമുള്ള ആയത്താണ്. ആ പിന്മാറ്റപ്പെട്ട, നീക്കിവെക്കപ്പെട്ട മൂന്നാളുകൾക്കും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആയത്തിൽ പറഞ്ഞ ഒരാളാരാണ്? കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മൂന്നാളുകൾ വളരെ വിശദീകരിച്ച് പറയേണ്ട സംഭവമാണ്. യുദ്ധത്തിന് പോകാതെ മാറി മടിച്ചിട്ട് മാറിയെന്നാണ്. മുനാഫിക്കുകളൊന്നല്ല, നല്ല സ്വഹാബിമാരാണ്. പക്ഷെ ആ സമയത്തെന്തോ ശൈത്താന്റെ പ്രേരണയിൽപ്പെട്ട് മടിച്ചു പോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോൾ എല്ലാ മുനാഫിക്കും പോയി ഓരോ ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ കളവ് പറയുന്നതാണ് നബിയോട്. യുദ്ധത്തിന് പോകാതിരിക്കാനുണ്ടായ കാരണം കളവ് നബിയോട് പറഞ്ഞിങ്ങനെ ബോധിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പറഞ്ഞു, ഓക്കെ അങ്ങനെ വിട്ട് ഓരോന്ന് ഒഴിവാക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ആൾക്കാരെ ഒഴിവാക്കിവിടെ. കാരണം നബി മുന്നിൽ കാണുന്ന മാത്രമേ അംഗീകരിക്കുള്ളൂ. മുന്നിൽ നാവുകൊണ്ട് എന്താണോ പറഞ്ഞത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കും. ബാത്തിന് അള്ളാഹ് വിട്ടുകൊടുക്കും ഉള്ളിലുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്. അങ്ങനെ വിട്ടു. കഅബ് ഇബ്നു മാലിക് എത്തിയപ്പോൾ എന്ത് പറഞ്ഞു? നബിയെ, ഞാൻ ഇപ്പൊ കളവ് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ തൃപ്തിപ്പെടും. പക്ഷെ അള്ളാഹ്ക്ക് അറിയാലോ, അള്ളാഹു ചിലപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ എന്നെ കുറിച്ച് വെറുപ്പുണ്ടാക്കും. അതുകൊണ്ട് സത്യം പറയാലോ. മാക്കാനല്ലി വിനോദിരി, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, മടിച്ചു വരാതിരുന്ന. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്താണ് അള്ളാഹിന്റെ കൽപ്പന? ഈ ആളുകളുടെ വിഷയത്തിൽ ഭ്രഷ്ടാണ്. മൂന്നാൾക്ക് എന്താ? വേറെ ഈ കഅബ് ഇബ്നു മാലിക് അന്വേഷിച്ചു. കുറെ ആളുകൾ പറഞ്ഞു, കഅബിനോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയാൻ പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും ഒരു എഴുതർ പറഞ്ഞാൽ പോരെ? എല്ലാരും അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ കഅബിന് തോന്നി അങ്ങനെ തന്നെ പോയി പറഞ്ഞാലോ. അപ്പൊ ചെന്നിട്ട് കഅബ് ചോദിച്ചു,
എന്താണ് വേറെ ആരെങ്കിലും എന്നെ പോലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്? അപ്പൊ പറഞ്ഞു 2 ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാബിന് കുറച്ചുകൂടി സമാധാനമായി. കാബ് പറഞ്ഞില്ല, അങ്ങനെ തന്നെ. 3 ആളുകളുടെ വിഷയത്തിൽ ഭ്രഷ്ടർ 50 ദിവസത്തോളം ആരും മിണ്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, ഇവരോട് ഒരാൾ കുട്ടി മിണ്ടാൻ പാടില്ല. ഒരാളും മിണ്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചൊല്ലും, സലാം പറയും, സലാം എടുക്കൂല. കാബ് പറയാൻ, ഞാൻ പള്ളിയിൽ പോകും, നിസ്കരിക്കും. ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നബി എന്നെ നോക്കുന്നത് പോലെ എനിക്ക് തോന്നും. പക്ഷെ ഞാൻ നിസ്കരിച്ചതിന് നബി നോക്കിയാൽ നബി എന്നെ നോക്കൂല. ഞാൻ സലാം പറയും, നബി മടക്കിയോ ഇല്ലേന്ന് എനിക്കൊരു സംശയം. അതുപോലെ ഭാര്യമാര് വീട്ടിലേക്ക് പോകാൻ കൽപ്പനയാണ്. കൂടെ താമസിക്കാൻ പാടും, വിട്ടുപോകാം. തലാക്കല്ല, വിട്ടുപോകാൻ. അവസാന കൂട്ടത്തിൽ 3 ആളിൽ ഒരാൾ വളരെ വൃദ്ധനായിരുന്നു. അയാളുടെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം ചോദിച്ചു. വയസ്സനാണ്, ഞാൻ കൂടെ വെക്കണം, അല്ലാതെ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി കൊടുത്തു. കാബിനോട് ചില ആളുകൾ പറഞ്ഞു, നിന്റെ ഭാര്യയും കൂടി അങ്ങനെ പറഞ്ഞയച്ചോ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു തരും. കാബ് പറഞ്ഞു, വേണ്ട, ഞാൻ ചെറുപ്പക്കാരാണ്, ഞാൻ എങ്ങനെ അയക്കാനാണ്. ബാക്കി 2 ആളുകൾ, ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ബാക്കി 2 ആളുകൾ വീട്ടിലിരുന്ന് കരയാണ്. പ്രായമുള്ള ആളുകളാണ് ബാക്കി 2 ആളുകൾ. കാബ് യുവാവാണ്. കാബ് പറഞ്ഞു, എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റൂല. കാബ് നാട്ടിലിറങ്ങി നടക്കും, ഒരൊറ്റ കുട്ടി മിണ്ടുന്നില്ല. എന്നിട്ടോ അടുത്ത ചങ്ങാതി അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു, അടുത്ത സുഹൃത്താണ്. അബൂ ഖത്താദന്റെ അടുത്ത് പോയിട്ട് സലാം പറയും, സലാം എടുക്കൂല. അബൂ ഖത്താദനോട് ചോദിക്കും, അള്ളാഹിനെ സാക്ഷി എടുത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കറിയാലോ ഞാൻ അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്ന ആളാണ്. അവിടെ എന്താ ഹബ്ബ് വരാനുള്ള കാരണം? എന്താ? മുനാഫിഖല്ല എന്നുള്ള അടയാളാണ്. നിങ്ങൾക്കറിയാലോ ഞാൻ അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്ന. നിങ്ങൾ പറയും. വീണ്ടും ചോദിച്ചു, മറുപടിയില്ല. 3ാമതും ചോദിച്ചു. അപ്പോ അബൂ ഖത്താദന്റെ മറുപടി എന്താ അറിയോ? അല്ലാഹു അഅലം, അള്ളാഹ്ക്കറിയാം. കാബ് ഇബ്നു മാലിക് പറഞ്ഞു, അത് കേട്ടപ്പോ എന്റെ കണ്ണുനീര് പോയി. ഇപ്പൊ ഞാൻ പൊട്ടിപ്പോയി, കരയാൻ തുടങ്ങി. കാബ് ഇബ്നു മാലിക് ആ എടുക്കാൻ ഇതിങ്ങനെ അറിയപ്പെട്ടല്ലോ. അപ്പൊ ഒരു കത്ത് വന്നു. ആരെടുത്തുന്നറിയോ? പുറത്തെ കാഫിറായ ഒരു രാജാവിന്റെ കത്താണ്. ആർക്കാ കത്ത്? കാബ് ഇബ്നു മാലിക്കിന്. തുറന്നു വായിച്ചു നോക്കിയപ്പോ എന്താ അറിയോ? മുഹമ്മദിന്റെ ഇങ്ങനെ ഭ്രഷ്ടും ഈ അവഗണന സഹിച്ചാടെ നിൽക്കേണ്ട ആളല്ല, നിങ്ങൾ ഇങ്ങോട്ട് പോരും. ആരാ? കാഫിറായ രാജാവിന്റെ കത്താണ്. കത്ത് കിട്ടിയ അബൂ ഖത്താദ വല്ലാത്ത പരീക്ഷണം തന്നെയാണ് ഇതെന്ന് പറഞ്ഞ് ചുരുട്ടി അടുപ്പിൽ കയറുന്ന കത്ത്. ഇതും അള്ളാഹുവിന്റെ പരീക്ഷണം തന്നെയാണെന്ന് പറഞ്ഞിട്ട് വരുന്നു. അങ്ങനെ 50 ദിവസങ്ങൾ അബൂ ഖത്താദ ക്ഷമിച്ചു. അവസാനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത്, വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു. ആ 3 ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങൾ കുടുങ്ങിപ്പോയി, അവർക്ക് ഭൂമി ആകെ ഇടുങ്ങിപ്പോയതുപോലെ തോന്നിയതിനു ശേഷം അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്ക് തുറവി കൊടുത്തിരിക്കുന്നു. ഇത് അബൂ ഖത്താദക്ക് രാവിലെ ഏകദേശം സുബഹിന്റെ സമയത്ത് ഒരാൾ ഓടി വിളിച്ചു എന്ന് പറയാം. അബൂ ഖത്താദക്കല്ല, കാബ് ഇബ്നു മാലിക്. അബ്ശിർ, സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ആ വന്ന ആൾ അബൂബക്കർ ആയിരുന്നു എന്നാണ് പല റിപ്പോർട്ടുകളിലും കാണുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ കാബ് ഇബ്നു മാലിക് പറഞ്ഞു, അപ്പൊ എനിക്ക് മനസ്സിലായി അള്ളാഹു ഇതാ തുറവി കൊണ്ടുവന്ന് തന്നിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആകെ ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സ് അതെടുത്ത് ഈ സന്തോഷ വാർത്ത അറിയിച്ചാൾക്ക് കൊടുത്തു. വരണം അള്ളാഹു എനിക്ക് വേറൊരു കുപ്പായം ഉണ്ടായിട്ടില്ല, അത് കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നതാണ് സന്തോഷം കൊണ്ട്. റസൂലുള്ളാഹിന്റെ മുഖം അങ്ങനെയായിരുന്നു. സന്തോഷം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിളങ്ങുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോയി കെട്ടിപ്പിടിച്ചു, സലാം പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സന്തോഷിച്ചോളൂ, ഉമ്മ പെറ്റ അന്ന് മുതൽ ഇത്ര സന്തോഷമുള്ള ദിവസം വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്ന് മാത്രമല്ല, അപ്പൊ കഅബ് ഇബ്നു മാലിക് അങ്ങോട്ട് പറയും, അള്ളാഹുവിന്റെ റസൂലെ, എന്നെ രക്ഷപ്പെടുത്തിയത് എന്താണ്? സിദ്ഖൻ. സിദ്ഖർ എന്താ? സത്യസന്ധതയാണ്. ഞാൻ കളവ് പറഞ്ഞില്ല, ഞാനന്ന് സത്യം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്റെ തൗബ എന്താണെന്ന് അറിയും അള്ളാഹുവിന്റെ റസൂലെ, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കളവ് പറയില്ല. ഒരിക്കലും എന്ത് പ്രശ്നം വന്നാലും കളവ് പറയുക. ഈ സംഭവം സൂചിപ്പിക്കുന്ന ആയത്ത് പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ പെടുക. അപ്പൊ ഈ ആ സംഭവത്തിനിടക്ക് കാണാം, അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ, നിങ്ങൾക്ക് അറിയില്ലേ? ആ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം നിഫാഖില്ല എന്നുള്ളതിന്റെ അടയാളമാണ്. സൂറത്ത് തൗബ
നമ്പർ ഞാൻ പറഞ്ഞു, ക്ലാസ് എനിക്ക് പറഞ്ഞു ഇൻഷാ അല്ലാഹ് നോക്കണം. ഫഉസ്നി അലൈഹ ഖൈറാ, ഈ മനുഷ്യനെ പറ്റി നല്ലത് പറയപ്പെട്ടു. ഇവർ പറഞ്ഞു ഞങ്ങൾക്കറിയാം ഈ മനുഷ്യൻ യുഹിബ്ബുല്ലാഹ വറസൂൽ, അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്ന ആളാണ് ഞങ്ങൾക്കറിയാം. ഈ മയ്യത്തിനെ പറ്റി പറഞ്ഞു. ഫഖാല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു വജബത് വജബത്. സഹാബത്ത് ഇങ്ങനെ ആ മനുഷ്യനെ പോയിട്ട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വജബത് വജബത്, നിർബന്ധമായി ഉറപ്പായിരിക്കുന്നു. വജബത് 3 തവണ പറഞ്ഞു. വമുറ ബി ജനാസത്തിൻ, അങ്ങനെ അത് കഴിഞ്ഞു വേറൊരു ജനാസ കൊണ്ടുപോയി. ഫൗസ്നി അലൈഹ ഷർറ, ഇപ്പൊ സഹാബത്ത് ആ ജനാസ എന്ത് പറഞ്ഞു? മോശം പറഞ്ഞു. ആ മരിച്ച ആള് മോശമാണെന്ന് മോശ അഭിപ്രായം സഹാബത്ത് തമ്മിൽ പറഞ്ഞു. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരാളെ പറ്റി, മരിച്ച ആളാകട്ടെ ജീവിച്ചു നിൽക്കുന്ന ആളാകട്ടെ, അവരില്ലാത്ത സന്ദർഭത്തിൽ മോശം പറയാൻ പാടുണ്ടോ? പാടില്ല എന്നാണ് പൊതുവായ നിയമം. ഇല്ലാ ലി മസ്ലഹത്തിൻ റാജിഹ, ഒരു വ്യക്തമായ പൊങ്ങി നിൽക്കുന്ന ഒരു മസ്ലഹത്ത്, ഒരു ഗുണം അതുകൊണ്ടുണ്ടായാൽ മാത്രം. ഏതുപോലെ ഇപ്പൊ വിവാഹം അന്വേഷിച്ചു വന്നാൽ, നമ്മുടെ അയൽവാസിയായ ഒരാളെ, നമുക്ക് പരിചയമുള്ള ഒരാളെ കുറിച്ച് വിവാഹം അന്വേഷിച്ചു വന്നു. അയാൾ എങ്ങനെയാള് ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കണം. പണ്ട് താമര പോലത്തെ ചെക്കനാന്ന് പറഞ്ഞ പോലെ വരാൻ പാടില്ലോ? പാടില്ല. ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കണം. എന്താണ് അയാൾ ഉള്ളത് അതുപോലെ പറഞ്ഞു കൊടുക്കണം. ഇനി നമുക്കൊരാളെ പറ്റി അറിയാം, അയാൾ കള്ളനാണ്, അയാൾ ആളെ പറ്റിക്കുന്ന ആളാണ്. മുസ്ലിമായ നമ്മുടെ സഹോദരൻ നമ്മോട് വന്ന് ഇസ്തിഷാറ നടത്തുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുസ്ലിമിനോടുള്ള 6 ബാധ്യതകളിൽപ്പെട്ട ഒന്നാണ് എന്ത്? അഭിപ്രായം ചോദിച്ച, ഉപദേശം ചോദിച്ചാൽ ഉപദേശം കൊടുക്കണം. അയാൾ വന്ന് ചോദിക്കാൻ നമ്മളോട്, നമുക്ക് കള്ളനാണെന്ന് നന്നായി വ്യക്തമായി അറിയാവുന്ന ഒരു മനുഷ്യൻ, അയാൾ എങ്ങനെ ആള്, ഞാൻ അയാളായിട്ട് കച്ചവടം തുടങ്ങണമെന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പൊ എന്ത് പറയണം? ദൈവത്തായി പോലെ വിചാരിച്ച അയാളെ കുറിച്ച് മിണ്ടാതിരിക്കണോ? നല്ലത് പറയണോ? പറഞ്ഞു കൊടുക്കണം. അയാളായിട്ട് കച്ചവടം തുടങ്ങരുത്, അയാള് തട്ടിപ്പിന്റെ ആളാണ്, ശ്രദ്ധിക്കണം, അയാള് കുയി പോയി ചാടരുതെന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാധ്യതയാണിത്. എന്നതുപോലെയാണ് വിവാഹത്തിന്റെ വിഷയം. അതുപോലെ അഹ്ലുൽ ബിദ്അ, ബിദ്അത്തിന്റെ നേതാക്കന്മാർ, അവരെ കുറിച്ച് ജനങ്ങൾക്ക് താക്കീത് ചെയ്തു കൊടുക്കൽ പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്, ഉലമാക്കളുടെ ബാധ്യതയാണ്. വിവരമില്ലാത്ത ആളുകൾ അതിന് പോയിട്ട് അതിനേക്കാളും വലിയ ഫിത്ന. അയാൾ പറയും, അവസാനം അവന്റെ അനുയായികൾ 4 ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചാല് മറുപടി പറയാൻ കഴിയില്ല. അവസാനം പറയാ മിണ്ടാതിരുന്നതിനേക്കാളും വലിയ ഫിത്ന അവൻ സംസാരിച്ചതുകൊണ്ടുണ്ടാവും. ആ നിലക്കാണെങ്കിൽ പറയാൻ പാടില്ല. ഇല്ലാതെ മസ്ലഹ റാജിഹ, വ്യക്തമായൊരു മസ്ലഹത്ത് ഉണ്ടെങ്കിലല്ലാതെ ഗൈബത്ത് പറയാൻ പാടില്ല. ഇവിടെ സഹാബത്ത് ഒരു മസ്ലഹത്ത് കണ്ടിരിക്കാം, അതുകൊണ്ടാണ് സഹാബത്ത് അങ്ങനെ സഹാബത്തിന്റെ അമൽ അങ്ങനെയാണ്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് നല്ലതേ ചെയ്യൂ. മാത്രമല്ല നബി അവരുടെ ആ സംസാരത്തിന് നബി അംഗീകാരമാണ് കൊടുക്കുന്നത്. അത് ബാക്കി വരും. സഹാബത്ത് അവരെ കുറിച്ച് മോശം പറയും, ഷർറ് പറയും. അപ്പൊ ഒരു സഹാബി മോശം പറഞ്ഞു, പിന്നെ നാവുകൾ ഇങ്ങനെ മോശം തന്നെ ഉണ്ടായിരുന്ന സഹാബികൾ പലരും ആ പോയ മനുഷ്യനെ കുറിച്ച് മോശമായത് പറയും, മോശാഭിപ്രായം പറയും. ഫഖാലു, അവർ പറയും ബിഅ്സൽ മർഉ കാന ഫീ ദീനില്ല, എത്ര മോശമാണ് അയാൾ, അള്ളാഹിന്റെ ദീനിൽ എത്ര മോശമായിരുന്നു ആ മനുഷ്യൻ എന്ന് ഇവർ പറഞ്ഞു. ഫഖാല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ചിലപ്പോ കൊണ്ടുപോയി ഒരു കാഫിറിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു മുനാഫിഖിനെ ആയിരിക്കാം, അല്ലാതെ അവരങ്ങനെ പറയില്ല. മനസ്സിലായി? മുഅ്മിനായ സാലിഹായ ഒരാളെ ഒരിക്കലുമല്ല അവരങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വജബത് വജബത് വജബത്, നിങ്ങൾ പറഞ്ഞത് ഉറച്ചു ഉറച്ചു ഉറച്ചു, നിർബന്ധമായി. ഫഖാല ഉമർ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, ആരാ ചോദിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഫിദൻ ലക അബി വ ഉമ്മി, അറബിയിൽ ഒരു പ്രയോഗമാണ് ഫിദാക അബി വ ഉമ്മി, എന്റെ ഉമ്മയും പെങ്ങൾക്ക് ഫിദയാണ്, ബലിയാണ്. മുറ ബിജനാസത്തിൻ ഫഉസ്നി അലൈഹാ ഖൈറാ, ഒരു ജനാസ കൊണ്ടുപോയി, അപ്പൊ അതിനെ കുറിച്ച് ആളുകളൊക്കെ നല്ലത് പറഞ്ഞു. ഫഖുൽത വജബത് 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 വജബത്, അപ്പൊ നിങ്ങൾ പറഞ്ഞു ഈ പറഞ്ഞത് ഉറപ്പായി 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 എന്ന് പറഞ്ഞു. വമുറ ബിജനാസത്തിൻ ഫഉസ്നി അലൈഹാ ഷർറ, വേറൊരു മയ്യത്ത് കൊണ്ടുപോയപ്പോ ഷർറ് പറയപ്പെട്ടു അതിനെ കുറിച്ച്. ഫഖുൽത വജബത് വജബത് വജബത്, അപ്പോഴും നബിയെ താങ്കൾ അങ്ങനെ പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നാണ് പറഞ്ഞ ചോദ്യം. അപ്പൊ റസൂലുള്ളാഹി മറുപടി പറയുകയാണ്, മൻ അസ്നൈതും അലൈഹി ഖൈറൻ വജബത് ലഹുൽ ജന്ന, ആരെക്കുറിച്ചാണോ നിങ്ങൾ നല്ലത് പറഞ്ഞത് അവന് സ്വർഗം ഉറപ്പായിരിക്കും. വമൻ അസ്നൈതും അലൈഹി ശർറൻ വജബത് ലഹുൻ നാർ,
നിങ്ങളാരെ കുറിച്ചാണോ മോശം പറഞ്ഞത് അവന് നരകം നിർബന്ധമായിരിക്കും, ഉറപ്പായിരിക്കുന്നു. അൽ മലായികത്തു ശുഹദാഉല്ലാഹി ഫിസ് സമാ, ആകാശത്തിൽ അല്ലാഹുവിന്റെ സാക്ഷികളാണ് മലായിക. ആരാ മലായിക? മലക്കുകൾ അല്ലാഹുവിന്റെ ആകാശത്തിലുള്ള സാക്ഷികളാണ്. വഅൻതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്, ഭൂമിയിൽ അല്ലാഹുവിന്റെ സാക്ഷികൾ ആരാണ്? നിങ്ങളാണ്. സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്. വഫീ റിവായ, മറ്റു റിവായത്തിലുള്ളത് വൽ മുഅ്മിനൂന ശുഹദാഉല്ലാഹി ഫിൽ അർദ്, ഭൂമിയിൽ അല്ലാഹുവിന്റെ ശുഹദാ ആരാണ്? മുഅ്മിനൂൻ, പിന്നെ സത്യവിശ്വാസികളാണ്. ഇന്ന ലില്ലാഹി മലായികതൻ തംതിഖു അലാ അൽസിനതി ബനി ആദം, അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്, അവർ ബനു ആദമിന്റെ മനുഷ്യരുടെ നാവിലൂടെ സംസാരിക്കും. ഫിൽ മർഇ മിനൽ ഖൈരി വശർ, ഒരു മനുഷ്യനെ കുറിച്ച് ഖൈറും ഷർറും അള്ളാഹുവിന്റെ മലക്കുകൾ ചില മനുഷ്യരുടെ നാവിലൂടെ സംസാരിക്കും. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുപാട് ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസാണ്. ഒന്നിതാണ്. രണ്ട്, അൻ അബിൽ അസ്വദ് ദീലി, അബുൽ അസ്വദ് ദീലി എന്ന് പറഞ്ഞാൽ മിൻ കിബാരി താബിഈൻ, താബിഈങ്ങളിലെ വലിയ ആൾക്കാർ, ഒരുപാട് സഹാബിമാരെ കണ്ട, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വളരെ ഫദ്ലുള്ള സഹാബത്തിനെ കണ്ട, അവരുടെ കൂടെ ജീവിച്ച കിബാറു താബിഈൻ, സദാസമയം കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ, വലിയ സഹാബത്തിനെ കണ്ട ആൾക്കാണ് അങ്ങനെ പറയാം. കിബാറു താബിഈൻ, താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ് അബുൽ അസ്വദ് ദീലി എന്നാണ് പേര്. ഖാൽ, അവിടുന്ന് പറയുകയുണ്ടായി, അതൈതുൽ മദീന, ഞാൻ മദീനയിലേക്ക് ചെന്നു. വഖദ് വഖഅ ബിഹാ മറദുൻ, ഇപ്പൊ ഞാൻ ചെന്ന കാലത്ത് മദീനയിൽ ഒരു രോഗം ബാധിച്ചു, പകർച്ചവ്യാധി ഉണ്ടായിട്ടുണ്ട് മദീനയിൽ. വഹും യമൂതൂന മൗതൻ ദരീഅ, അവരിങ്ങനെ വേഗത്തിൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക രോഗം വന്നിട്ട് മദീനയിൽ അങ്ങനെ മരിച്ചുകൊണ്ട്. മദീനത്തെ അങ്ങനത്തെ രോഗങ്ങൾ വളരെ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ മദീനത്തെ കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. ആദ്യം ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിരുന്നു, വളരെയധികം പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്നു. മദീനത്തേക്ക് ഹിജറ വന്ന ഉടനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പകർച്ചവ്യാധി ഉണ്ടായി. അപ്പൊ ബിലാൽ ആദ്യം ചീത്ത വിളിച്ചു, ആരാ? ശപിച്ചു പറഞ്ഞു, അബൂജഹലിനെ ഉത്തുബത്തിന് ഷൈബത്തൊക്കെ, ആ ആളുകളെ കൊണ്ടാണല്ലോ റബ്ബെ ഞങ്ങൾ ഈ നാട്ടിൽ, നല്ല നാട്ടിൽ നിന്ന്, മക്കയാകുന്ന നല്ല നാട്ടിൽ നിന്ന് ഈ പകർച്ചവ്യാധിയുടെ യസ്രിബിലേക്ക് ഞങ്ങൾ എത്തിയത് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ പറയുണ്ടായി. ഒരു രോഗം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചാണ് മദീനത്തേക്ക് വേണ്ടി, അല്ലാഹുമ്മ ബാരിക് ഫീ മുദ്ദിന വസാഇന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. മക്കൾക്ക് നീ ബറക്കത്ത് ചെയ്തതുപോലെ മദീനത്തേക്ക് ചെയ്യണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം പകർച്ചവ്യാധികൾ അങ്ങനെ വ്യാപകമായി മദീനത്തിൽ ഉണ്ടാവാറില്ല. എന്നാൽ ഈ താബഈ വന്ന സമയത്തൊരു രോഗം ഉണ്ടായി. അങ്ങനെ ആളുകൾ ഇങ്ങനെ ധാരാളമായി മരിച്ചുകൊണ്ടിരുന്നു. ഫജലസ്തു ഇലാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. നോക്കണം, ഉമറിന്റെ കൂടെ ഇരുന്ന താബഈയാണ്, അബുൽ അസ്വദ് അദ്ദീലി എന്നാണ് പേര്. ഫമറത് ജിനാസത്തുൻ, അപ്പൊ ഒരു ജനാസ ഇങ്ങനെ കൊണ്ടുപോയി. ഫഉസ്നിയ ഖൈറ, അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആ മനുഷ്യനെ കുറിച്ച് നല്ലത് പറഞ്ഞു. ഫഖാല ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വജബത്. ആര് പറഞ്ഞു? ഉമർ. നേരത്തെ വായിച്ച ഹദീസിൽ ആരാ? ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജബത്, ഇവിടെ ഉമർ പറയണം വജബത്. അപ്പൊ ഫഖുൽതു, ഞാൻ ചോദിച്ചു, വമാ വജബത് യാ അമീറുൽ മുഅ്മിനീൻ, എന്താണ് ഉറപ്പായി നിങ്ങൾ പറയുന്നത് അമീറുൽ മുഅ്മിനീൻ? ഖാല ഖുൽതു കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ പറയണം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പറയുക മാത്രമാണ്. എന്താണ് നബി പറഞ്ഞത്? ഇതാണ് ഹദീസ്. അയ്യുമാ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിം ആകട്ടെ, ഷഹിദ ലഹു അർബഅത്തുൻ ബിഖൈരിൻ, നാലാളുകൾ അവനെ കുറിച്ച് ഖൈർ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയാൽ, നാലാൾ അവനെ ഖൈർ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയാൽ, നാലാൾ നല്ല അർത്ഥാന്ന് പറയാൻ അറിയില്ല, നാലാൾ, രണ്ടാൾ മിനിമം, അതിന്റെ ഹദീസ് വേറെ വരുന്നുണ്ട്. നാലാളുകൾ അവനെ പറ്റി നല്ലത് പറഞ്ഞാൽ എന്താണ്? അദ്ഖലഹു അല്ലാഹുൽ ജന്ന, അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ആര് പറയണം എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആര് പറയണം എന്ന്. ഖുൽന, ഞങ്ങൾ ചോദിച്ചു, ഇതിന്റെ ബാക്കി തന്നെയാണ്, എത്ര ആളുകൾ എന്ന് ഈ അബുൽ അസ്വദ് പറയണം. ഞങ്ങൾ ചോദിച്ചു, സലാസ, മൂന്നാളായാലോ?
മൂന്നാള് നല്ലത് പറഞ്ഞാലോ ഖാൽ വസലാസത്തുൻ. ഉമറുൽ ഖത്താബ് പറഞ്ഞു അതെ മൂന്നാളായാലും. ഖുൽന വസ്നാൻ രണ്ടാളായാലോ ഖാല വസ്നാൻ. ഉമർ പറഞ്ഞു രണ്ടാളായാലും. ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയതാണത്. ثم لم نسأله في الواحد. അബ്ദുൽ അസ്വദ് ദീലി പറയാണ് ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നതാണ് കേട്ടോ. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉമർ ഉദ്ധരിക്കാണ് അബ്ദുൽ അസ്വദ് ദീലിക്ക് പറഞ്ഞു കൊടുത്ത്. നബി ഇത് പറഞ്ഞപ്പോൾ നാലാൾ എന്ന് പറഞ്ഞപ്പോൾ ഉമർ പറയാണ് ഞങ്ങൾ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു മൂന്നാളായാലോ? അപ്പൊ നബി പറഞ്ഞു അതെ മൂന്നാളായാലും. നബി തന്നെയാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് മനസ്സിലുള്ളത് തിരുത്തണം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു സഹാബത്തോടും ചോദിച്ചു വസ്നാൻ രണ്ടാളായാലോ? ഖാല വസ്നാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതെ രണ്ടാളായാലും. ثم لم نسأله في الواحد. സഹാബത്ത് പറയുകയാണ് പിന്നെ ഒരാളുടെ കാര്യം ഞങ്ങൾ നബിയോട് ചോദിച്ചില്ല, രണ്ടുപേരെ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുക. ഇത് ഇമാം ബുഖാരി, നസായി, തിർമിദി ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസാണ്. രണ്ടെണ്ണം പറഞ്ഞു. മൂന്നാമത്തെ ഹദീസ് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് മാ മിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമുമില്ല, യമൂതു ഫയശ്ഹദു ലഹു അർബഅത്തുൻ, അവൻ മരിക്കുകയും നാലാളുകൾ അവന്റെ വിഷയത്തിൽ സാക്ഷ്യം വഹിക്കുകയും ചെയ്താൽ, അവർ പറയുകയും ചെയ്താൽ മിൻ അഹ്ലി അബിയാതി ജിറാനിഹിൽ അദ്നൈൻ, ആരാണ് അവന്റെ ഏറ്റവും അടുത്ത അയൽവാസികളിൽപ്പെട്ട ഏറ്റവും അടുത്ത വീടുകളിലുള്ള നാലാളുകൾ അവനെ കുറിച്ച് സാക്ഷ്യം വഹിക്കുകയാണ്. അന്നഹും ലാ യഅലമൂന മിൻഹു ഇല്ലാ ഖൈറാ, അവനെ കുറിച്ച് അവർക്ക് ഖൈറല്ലാതെ അറിയുകയില്ല, ആ മനുഷ്യനെ കുറിച്ച് നല്ലതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്നാണെങ്കിൽ ഇല്ലാ ഖാലല്ലാഹു തആല വ തബാറക്, ഇല്ലാ ഖാലല്ലാഹു തആല വ തബാറക്, അല്ലാഹു പറയും ഖദ് ഖബിൽതു ഖൗലക്കും, എന്താണ് അല്ലാഹു പറയാ? ഖദ് ഖബിൽതു ഖൗലക്കും, നിങ്ങളുടെ വാക്ക് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഔ ഖാൽ, അല്ലെങ്കിൽ അല്ലാഹു പറയും ബിശഹാദതികും, നിങ്ങളുടെ ഈ സാക്ഷ്യം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. വഗഫർതു ലഹു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാതെ അവൻ ചെയ്തത് ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കും. നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യത്തിൽ അവൻ നല്ല ആളാണ്, നിങ്ങൾക്ക് അറിയാതെ അവൻ ചെയ്തതും എനിക്കറിയാം, അത് ഞാൻ പുറത്തു കൊടുത്തിരിക്കും എന്നാര് പറയും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. നമ്മളെ കുറിച്ച് നല്ലത് പറയുന്ന ആളുകൾ, മനസ്സിലായല്ലോ, ആളുകൾ നമ്മളെ കുറിച്ച് നല്ലത് പറയണം. يعلم أن مجموع هذه الأحاديث الثلاثة, ഷെയ്ഖ് അൽബാനി പറയുകയാണ് മനസ്സിലാക്കണം, ഈ മൂന്ന് ഹദീസുകളും, ഇപ്പൊ പറഞ്ഞ മൂന്ന് ഹദീസുകളും യദുല്ലു അല, അത് സൂചിപ്പിക്കുന്നു, അന്ന ഹാദിഹി ഷഹാദ, ഈ ഷഹാദത്ത്, ഈ സാക്ഷ്യം, ലാ തഖ്തസ്സു ബിസ്സഹാബ, ഇത് സഹാബത്തിന് മാത്രം ബാധകമല്ല. സഹാബത്ത് ഇതിൽ ഒന്നാം സ്ഥാനക്കാരാണ്, പക്ഷെ സഹാബത്തിന് ഖാസ് അല്ല ഈ വിഷയം. സഹാബത്ത് നല്ലത് പറഞ്ഞാലേ സ്വർഗത്തിലാവൂ എന്നല്ല, സഹാബത്തിന് മാത്രം ഖാസ് അല്ല. ബൽ ഹിയ അയ്വൻ لمن بعدهم من المؤمنين الذين هم على طريقتهم في الإيمان والعلم والصدق, എന്നാൽ അവരുടെ മാർഗത്തിലായ അവർക്ക് ശേഷമുള്ള മുഅ്മിനീങ്ങൾ അവർ ഇവരുടെ മാർഗത്തിലാണ്. ഏതൊക്കെ വിഷയങ്ങളിൽ? ഫിൽ ഈമാൻ, ഈമാനിലും, വൽ ഇൽം, അറിവിലും, വസ്ദിഖ്, സത്യസന്ധതയിലുമൊക്കെ ഇവരുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന മുഅ്മിനീങ്ങൾ അവർക്ക് ശേഷം പറഞ്ഞാലും ഇതേ കാര്യം തന്നെയാണ്. കാരണം മുഅ്മിനീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. وبهذا, അതുകൊണ്ടാണ് ജസമ അൽ ഹാഫിദ് ഇബ്നു ഹജർ ഫിൽ അൽ ഫത്ഹ്, ഇങ്ങനെ തന്നെയാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി സഹീഹ് ബുഖാരിക്ക് ഏറ്റവും പ്രസിദ്ധമായ വ്യാഖ്യാനം എഴുതിയ മഹാനായ പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി. ഫത്ഹുൽ ബാരി ഫീ ശർഹി സഹീഹ് അൽ ബുഖാരി എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ള ഇബ്നു ഹജർ ഈ ഹദീസിന്റെ വിശദീകരണത്തിലും ഇങ്ങനെയാണ് സ്ഥാപിച്ചു പറഞ്ഞിട്ടുള്ളത്. ഫലുറാജി കലാമഹു മൻ ഷാ അൽ മജീദ മിനൽ ബയാൻ, കൂടുതൽ വിശദീകരണം കേൾക്കാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആ കിതാബ് വായിക്കട്ടെ എന്നാണ് അൽബാനി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം തുടരുന്നു, ثم إن تقييد الشهادة بأربع في الحديث الثالث, എന്നാൽ മൂന്നാമത്തെ ഹദീസിൽ ഷഹാദത്ത് 4 പേർക്ക് നബി പറഞ്ഞല്ലോ. والظاهر أنه كان قبل حديث عمر قبله, നേരത്തെ പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ ഹദീസിന് മുമ്പേ പറയപ്പെട്ട ഹദീസാണിത്. ففيه الاكتفاء بشهادة اثنين وهو العمدة, രണ്ടെണ്ണം പറഞ്ഞ ഹദീസ് അത് ഉംദയാണ്. ഉംദ എന്ന് പറഞ്ഞാൽ അത് ആദ്യം പരിഗണിക്കേണ്ട ഹദീസ് തന്നെയാണ് ആ വിഷയത്തിൽ. ഇപ്പൊ 2 മിനിമം എന്ന് വന്ന ഹദീസ് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. 4 വന്നത് എന്ന് പറഞ്ഞാൽ അത് മിനിമം 4 അല്ല, മറിച്ച് മിനിമം 2 തന്നെയാണ്. അതാ അൽബാനി പറയുന്നു ഇതാണ് കാര്യം. എന്നാൽ وأما قول بعض الناس
അഖിബ സ്വലാത്തിൽ ജിനാസ. എന്നാൽ ചില ആളുകൾ ജനാസ നമസ്കാരം കഴിഞ്ഞാൽ പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു വർത്താനം ഇതുവരെ കേട്ടിട്ടില്ല. എന്നാലും അറബ് നാട്ടിൽ അങ്ങനെ ഒരു വിദാത്തുണ്ട് അത്ര. അതുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനി പറയുന്നത് എന്താണ്, ജനാസ നിസ്കാരം കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഈ ഹദീസ് കേട്ടിട്ടുള്ള ആളുകൾ അവർ തെറ്റായി ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, ജനാസ നിസ്കാരം കഴിഞ്ഞാൽ ചില ആളുകൾ പറയത്ര ഇഷ്ഹദൂ ലഹു ബിൽ ഖൈർ. ജനാസ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഒരാൾ പറയും എല്ലാവരോടും നിങ്ങൾ ഇയാൾക്ക് വേണ്ടി നല്ലത് സാക്ഷ്യം വഹിക്കൂ, നല്ലത് പറയൂ. ഫയുജീബൂനഹു, അപ്പോ ആളുകൾ എല്ലാവരും ഉത്തരം പറയും ബിഖൗലിഹിം, അവർ പറയും സാലിഹ്. എന്ത് പറയും എല്ലാവരും, ഈ മനുഷ്യൻ സാലിഹാണ്, മരിച്ച ആളെ പറ്റി. അല്ലെങ്കിൽ പറയും ഔ മിൻ അഹ്ലിൽ ഖൈർ, നല്ല ഖൈറിന്റെ ആളുകളിൽപ്പെട്ട ആളാണ്. വനഹ്വ ദാലിക്, ഇതുപോലുള്ള വർത്താനം പറയും. ഈ നല്ലത് പറയാൻ വേണ്ടി എന്ത് ചെയ്യും, ജനാസ നിസ്കാരം കഴിഞ്ഞാൽ ഒരാൾ പറയും എല്ലാവരും നല്ലത് പറഞ്ഞോളൂ ഇയാളെ പറ്റി, അപ്പൊ എല്ലാവരും സാലിഹ് മിൻ അഹ്ലിൽ ഖൈർ എന്നൊക്കെ പറയും. ഇതുപോലുള്ള വർത്താനം ഫലൈസ ഹുവൽ മുറാദ് ബിൽ ഹദീസ് ഖത്അൻ, ഖണ്ഡിതമായി പറയട്ടെ ഇത് ഒരിക്കലുമല്ല, ഈ ഹദീസിന്റെ ഉദ്ദേശം ഇതേ അല്ല. ബൽ ഹുവ ബിദ്അത്തുൻ ഖബീഹ, മറിച്ച് ഇത് വൃത്തികെട്ട ബിദ്അത്താണിത്, ഇത് ബിദ്അത്താണ്. ലിഅന്നഹു ലം യകുൻ മിൻ അമലി സലഫ്, ഇത് മുൻഗാമികളുടെ സലഫുകളുടെ നടപടിക്രമത്തിൽപ്പെട്ടതല്ല, അവരിങ്ങനെ ചെയ്തിട്ടില്ല. വലിഅന്ന അല്ലദീന യശ്ഹദൂന ബിദാലിക ലാ യഅരിഫൂനൽ മയ്യിത ഫിൽ ഗാലിബ്, എന്ന് മാത്രമല്ല പലപ്പോഴും ഈ ഇയാളെപ്പറ്റി നല്ലതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ആളുകൾക്ക് ഇയാളെ അറിയുക കൂടി ചെയ്യില്ല. ഇയാളെ ഒരിക്കലും അറിയാത്ത ആളുകളാണ് ഈ പറഞ്ഞ ഈ പരിപാടി ഉണ്ടല്ലോ അതിൽ ഇയാളെ പറ്റി നല്ലത് പറയുന്നത്. ബൽ ഖദ് യശ്ഹദൂന ബിഖിലാഫി മാ യഅരിഫൂൻ, മാത്രമല്ല ചിലപ്പോ ഇവർ പറയുന്നതിന് നേരെ എതിർ ഇയാളെ പറ്റി അവർക്ക് അറിയുകയും ചെയ്യാം. സാലിഹല്ല, അഹ്ലുൽ ഖൈർ അല്ല, അഹ്ലുൽ ശർറാണ്, മോശമായ ആളാണ് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ്, മനസ്സിൽ അതാണുള്ളത്, സത്യം അതാണ്. പക്ഷേ ഇത് ഉത്തരം പറയാണ്ട് ഇസ്തിജാബതൻ ലിറഗ്ബതി താലിബി ഷഹാദത്തി ബിൽ ഖൈർ, ഈ ഷഹാദത്ത് പറയാൻ വേണ്ടി പറഞ്ഞ ആളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരങ്ങനെ മറുപടി പറയാണ്. വന്ന മിൻഹും അന്ന ദാലിക യൻഫഉൽ മയ്യിത്ത്, അവർ വിചാരിക്കുന്നെന്താ, മോശാളായാലും തിരക്കടില്ല, നമ്മൾ നല്ലത് പറഞ്ഞാൽ അത് മയ്യിത്തിന് ഉപകാരപ്പെടും എന്നാണ് അവർ വിചാരിക്കുന്നത്, അവർ ഊഹിക്കുന്നത്. വജഹലം മിൻഹും, അവരുടെ വിവരക്കേടും കൊണ്ടുമാണ്. ബിഅന്ന ഷഹാദത്തൻ നാഫിഅ ഇന്നമാ ഹിയ അല്ലതി തുവാഫിഖുൽ വാഖിഅ ഫീ നഫ്സിൽ മശ്ഹൂദി ലഹ്, ഉപകാരപ്പെടുന്ന ഷഹാദത്ത് ഏതാ, സാക്ഷി പറയുന്നവന്റെ മനസ്സിൽ അതന്നെ ആയിരിക്കണം. മനസ്സിലതല്ല പുറമേക്ക് ഒപ്പിക്ക എന്ന് വിചാരിച്ചിട്ട് പറയല്ല, മനസ്സിൽ അയാൾ നല്ല ആളായിരിക്കണം അറിഞ്ഞുകൊണ്ട്. കമാ യദുല്ലു അലാ ദാലിക ഖൗലുഹു ഫിൽ ഹദീസിൽ അവ്വൽ, അതിലേക്ക് സൂചന നൽകുന്നതാണ് ഹദീസിലുള്ള വാക്ക് ഇന്ന ലില്ലാഹി മലായികതൻ തൻഫിഖു അലാ അൽസിനതി ബനി ആദം ബിമാ ഫിൽ മർഇ മിനൽ ഖൈരി വശർ, അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്, അവർ ആദമിന്റെ പുത്രരുടെ മനുഷ്യരുടെ നാവിലൂടെ സംസാരിക്കും ഒരു മനുഷ്യന്റെ ഖൈറിനെ കുറിച്ചും അയാളുടെ ഷർറിനെ കുറിച്ചും. അപ്പൊ ഉള്ള ഖൈറിനെ കുറിച്ച് ഷർറിനെ കുറിച്ച് മനുഷ്യരുടെ നാവിലൂടെ മലക്കുകൾ സംസാരിക്കുകയാണെന്നാണ്. സാലിഹുകളായ നല്ല ആളുകൾ ഇയാളെപ്പറ്റി മനസ്സറിഞ്ഞ് പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കും. അതല്ലാതെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നാടകം കളിച്ചിട്ട് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇത് ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ് അവസാനം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് അസ്സനാഉ അലൽ മയ്യിത്ത് എന്ന വിഷയത്തിൽ പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഒരാളെ പറ്റി നല്ലത് അറിയാമെങ്കിൽ എന്ത് വേണം, പറയണം. മനസ്സിലായല്ലോ, നല്ല ഒരാൾ നല്ല ആളാണെന്ന് നമുക്കറിയാം, നമ്മുടെ അടുത്ത ഒരാൾ മരിച്ചുപോയി, അയാളെ പറ്റി നല്ലതാണെങ്കിൽ അയാൾ നല്ല ആളായിരുന്നു എന്ന് പറയണം. മനസ്സിലായല്ലോ. അതല്ലാതെ മോശാളെ പറ്റി നല്ലത് പറഞ്ഞാൽ അതല്ലാഹു സ്വീകരിക്കുകയില്ല. മരിച്ചുപോയ മോശാളുകളെ പറ്റി റാജിഹായ മസ്ലഹത്ത് ഉണ്ടെങ്കിൽ മാത്രമേ മോശം പറയാൻ പാടുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലല്ലോ, അയാളെ പറ്റി മോശം ഇത് പറയണമെങ്കിൽ എന്ത് വേണം, അങ്ങനെ ഉണ്ടായിരിക്കണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, മരിച്ചുപോയ ആളുകളെ പറ്റി മോശം പറയുന്നത് കൊണ്ട് അത് ജീവിച്ചിരിക്കുന്നവരെ ദ്രോഹിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. കാരണം എന്താ, അയാളുടെ കുടുംബക്കാരുണ്ടാവും അല്ലെ, അവരെ ദ്രോഹിക്കലാണ്. നമ്മളിപ്പോ എത്ര പരമ്പര അങ്ങോട്ടുള്ള ഒരു ഉപ്പാപ്പാനെ പറ്റിച്ചാണ് ആരെങ്കിലും പറഞ്ഞെങ്കിലും നമുക്ക് പിടിക്കോ ഇല്ല. എന്റെ ഉപ്പാപ്പ ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാലും അങ്ങനെ ഒന്നും ആയിരിക്കൂല എന്ന് നമ്മൾ വിചാരിക്കും. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് അറബികൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. അവരുടെ നസബ്, അവരുടെ പരമ്പരക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. കാരണം മരിച്ചവരെ കുറ്റം പറയരുത്, ഈ പറഞ്ഞതുപോലെ വ്യക്തമായ ഒരു മസ്ലഹത്ത് ഉണ്ടെങ്കിലല്ലാതെ.
ഇപ്പൊ അഹ്ലുൽ ബിദ്അയിൽപ്പെട്ട മുൻഗാമികളായ ആളുകൾ അവരെപ്പറ്റി ജനങ്ങൾക്ക് താക്കീത് കൊടുക്കുമല്ലോ. ജഹ്മു ഇബ്നു സഫ്വാൻ, ജഹ്മിയത്ത് ഉണ്ടാക്കിയ ആളാണ്, അയാൾ മരിച്ചുപോയ ആളല്ലേ, അയാളെ പറ്റിയാണ് നമ്മൾ മോശം പറയുന്നത്. എന്തിനാണ്? അയാളുടെ ആശയത്തെ സൂചിപ്പിക്കാതെ തെറ്റാണെന്ന് പറയാൻ വേണ്ടി. ആ നിലക്കുള്ള മസ്ലഹത്ത് ഉണ്ടെങ്കിൽ അല്ലാതെ പറയരുത്. അത് ഉലമാക്കള് പഠിപ്പിച്ചതനുസരിച്ച് പറയുക. സാധാരണക്കാരതിൽ, ഞാൻ നിങ്ങളൊന്നും അതിൽ പിന്നെ കൈയിടാതിരിക്കുക, അതാണ് നല്ലത്. അടുത്തത് അൽ വഫാത്തു ഇൻദൽ കുസൂഫ്. ഈ അധ്യായത്തിൽ തന്നെ ഒരു പ്രത്യേക തലക്കെട്ടായി അൽബാനി കൊടുത്തിരിക്കുകയാണ്. അൽ വഫാത്ത്, മരണം. ഇൻദൽ കുസൂഫ്, കുസൂഫ് ഏതാ? ഗ്രഹണ സമയത്തുള്ള മരണം. ആ വിഷയം ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. وإذا اتفق وفاة أحد من انكساف الشمس أو القمر, ആരെങ്കിലും മരിച്ചുപോയാൽ, ഏത് സമയത്ത്? സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കുന്ന സമയത്ത് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ഫലാ യദുല്ലു ദാലിക അലാ ഷൈ, അങ്ങനെ മരിച്ചത് കൊണ്ട് യാതൊരു പ്രത്യേകതയും ഇല്ല മരണത്തിന്. واعتقاد أنه يدل على عظمة المتوفى من خرافات الجاهلية. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ മരിച്ചപ്പോ സൂര്യന് ഗ്രഹണം ബാധിച്ചു, അയാൾ മരിച്ചപ്പോ ചന്ദ്രന് ഗ്രഹണം ബാധിച്ചു, കണ്ടോ അയാൾ ഇത്രയും വലിയ ആളായത് കൊണ്ടാണ്, ചന്ദ്രൻ പോലും സൂര്യൻ പോലും അയാളുടെ മരണത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചു, അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് ജാഹിലിയ ഖുറാബാത്തിൽപ്പെട്ടതാണ്. അല്ലത്തി അബ്തലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ബാത്തിലാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എപ്പോഴാണത്? യൗമ മാത ഇബ്നുഹു ഇബ്രാഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയ മകൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടിമയായ മാരിയ അൽ ഖിബ്തിയ്യ, അവരിൽ ജനിച്ച ഇബ്രാഹിം. ഖദീജ അല്ലാത്ത ഇവരിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുട്ടി ഉണ്ടായിട്ടുള്ളത്. ബാക്കി എല്ലാ മക്കളും, 6 മക്കളും ആരിലുണ്ടായതാണ്? ഖദീജയിലുണ്ടായത്. വേറെ ഭാര്യമാരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളില്ല. പിന്നെ ഉണ്ടായത് ഈ അടിമ സ്ത്രീയാണ്. മാരിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയല്ല, പിന്നെ ആരാണ്? അടിമ സ്ത്രീയാണ്. വൻകസഫത്തി ശംസു, അപ്പൊ ആ സമയത്ത് തന്നെ സൂര്യന് ഗ്രഹണം ബാധിക്കുകയുണ്ടായി. ഫഖതബന്നാസ്, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് സംസാരിച്ചു, ഖുതുബ പറഞ്ഞു. വഹമിദല്ലാഹ വഅസ്ന അലൈഹി, ഹംദും സനാഉം ഒക്കെ അല്ലാഹുവിനെ ഖുതുബയുടെ തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. സുമ്മ ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ ബഅദ് അയ്യുഹന്നാസ്, അയ്യുഹന്നാസ് ജനങ്ങളെ, ഇന്ന അഹ്ലൽ ജാഹിലിയ്യത്തി കാനൂ യഖൂലൂൻ, ജാഹിലിയ ആളുകൾ പറയാറുണ്ട്, ഇന്ന ശംസ വൽ ഖമറ ലാ യഖ്സിഫാനി ഇല്ലാ ലിമൗതി അളീമിൻ, മഹാനായ ഒരു മനുഷ്യൻ മരിച്ചാലല്ലാതെ സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കുകയില്ല. വ ഇന്നഹുമാ ആയതാനി മിൻ ആയാത്തില്ലാഹ്, യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ട 2 ആയത്തുകളാണ്, സൂര്യനും ചന്ദ്രനും അതിന്റെ ഗ്രഹണവും. ലാ യൻഖസിഫാനി ലിമൗതി അഹദി വലാ ലിഹയാതിഹി, ആരെങ്കിലും ജനിച്ചത് കൊണ്ടോ മരിച്ചത് കൊണ്ടോ അതിനൊരിക്കലും ഗ്രഹണം ബാധിക്കുകയില്ല. വലാകിൻ, എന്നാൽ എന്താണ് ഈ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാൽ? എന്താ? യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദഹു, അള്ളാഹു അവന്റെ അടിമകളെ പേടിപ്പിക്കുന്നതാണ്. സൂറത്ത് സുമറിൽ അള്ളാഹു പറഞ്ഞതുപോലെ അവന്റെ അടിമകൾക്ക് അള്ളാഹു നൽകുന്ന താക്കീതാണ്, അവരെ ഭയപ്പെടുത്തുകയാണ് അള്ളാഹു അത് മുഖേന ചെയ്യുന്നത്. ഫഇദാ റഅയ്തും ശൈഅൻ മിൻ ദാലിക, അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ ഫഫ്സഉ ഇലാ ദിക്രിഹി വദുആഇഹി വസ്തിഗ്ഫാരിഹി, നിങ്ങൾ വേഗം അള്ളാഹുവിലേക്കുള്ള ദിക്റിലേക്കും അവനോടുള്ള പ്രാർത്ഥനയിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും ഒക്കെ ഭയപ്പെട്ടുകൊണ്ട് ചെല്ലണം. ഭയന്നുകൊണ്ട് അള്ളാഹിനെ ദിക്ർ ചെയ്യണം, അവനെ ഓർക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അവൻ പഠിപ്പിച്ചുള്ള ദിക്റുകൾ ചെല്ലണം, അവനോട് പ്രാർത്ഥിക്കണം, ഇസ്തിഗ്ഫാർ നടത്തണം, ഇതൊക്കെ ചെയ്യണം. വഇല സദഖ, സദഖ കൊടുക്കണം. വൽ ഇതാക, അടിമ മോചനം നടത്തണം. അങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യണം. വസ്സലാത്തി ഫിൽ മസാജിദ് ഹത്താ തൻകശിഫ്, ആ ഗ്രഹണം നീങ്ങുന്നതുപോലെ പള്ളിയിൽ വെച്ച് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. ഗ്രഹണ നമസ്കാരം നിസ്കരിക്കണം. ഷെയ്ഖ് അൽബാനി പറയുകയാണ്, ഈ ഹദീസ് സലാത്തുൽ കുസൂഫ് എന്ന പേരിൽ ഷെയ്ഖ് അൽബാനിക്ക് ഒരു പുസ്തകം തന്നെ ഉണ്ട്, ഗ്രഹണ നമസ്കാരം. അതിൽ ഈ ഹദീസിന്റെ ഒരുപാട് റിപ്പോർട്ടുകൾ, പല പല റിവായത്തുകളും ഒക്കെ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉള്ള ഹദീസാണ്. അപ്പോൾ അധ്യായം കഴിഞ്ഞു. ഏതാ നമ്മൾ പഠിച്ചത്? മയ്യിത്തിനെ കുറിച്ച് ആളുകൾ നല്ലത് പറയുക എന്ന അധ്യായമാണ് പഠിച്ചത്. അങ്ങനെ നല്ലത് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മയ്യിത്തിന് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാക്കുന്നതാണ്. അള്ളാഹു പറയും, നിങ്ങളുടെ ഖൗല് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് അറിയാത്തത് ഞാൻ അയാൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നതാണ്. അതിനുള്ള നിബന്ധനകളുണ്ട്, അതാണ് വായിച്ചത്.
അടുത്ത അധ്യായം. ഇനി നമ്മൾ യഥാർത്ഥത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ ആദ്യം ചെയ്യാം? അല്ല, കുളിപ്പിക്കണ്ട, അതിലേക്ക് കടക്കണം. അതാണ് അടുത്ത അധ്യായം. ഗസ്ലുൽ മയ്യിത്ത്. ഗസ്ലുൽ മയ്യിത്ത്, മയ്യത്തിന്റെ ശേഷക്രിയകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മയ്യത്ത് കുളിപ്പിക്കാന്നുള്ളത്. അതിൽ കടക്കണം. നമ്മൾ വേറെ പ്രായോഗികമായ വശങ്ങളൊന്നും പറയുന്നില്ല, ഹദീസുകൾ മാത്രം പറഞ്ഞു പോവുകയാണ്. ഫഇദാ മാതൽ മയ്യിത്ത്, ആ പ്രാർത്ഥനയൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ഗഫിർ ലി അബീ സലമ വർഫഅ ദർജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫ്ഹു ഫി അഖിബിഹി മിനൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ. എന്നിട്ട് പിന്നെ ഖബർ വിശാലമാക്കി കൊടുക്കാനും വഫ്തഅലഹു ഫി ഖബ്രിഹി സുമ്മ നവ്വിർ ലഹു, അല്ലാഹു അയാളുടെ ഖബർ നീ വിശാലമാക്കണം, ഇദ്ദേഹത്തിന്റെ ഖബറിൽ നീ പ്രകാശം കൊടുക്കണേ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമക്ക് വേണ്ടി പറഞ്ഞതാണ്. ഫഇദാ മാതൽ മയ്യിത്ത്, അൽബാനി പറയുന്നു, മയ്യിത്ത് ആള് മരിച്ചാൽ വജബ അലാ ത്വായിഫത്തിൻ മിനൻ നാസ് അൻ യുബാദിറു ഇലാ ഗസ്ലിഹി, വേഗം കുളിപ്പിക്കണം. വേഗം എന്ന് പറയാനുള്ളത് വേഗത്തിൽ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലുണ്ടല്ലോ, അത് നേരത്തെ സൂചിപ്പിച്ചതാണ്. എല്ലാം വേഗത്തിൽ ചെയ്യണം എന്നുള്ളത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് വേഗത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞത്. എന്നാൽ ഈ കുളി നിർബന്ധമാണ് എന്നതിനുള്ള തെളിവ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ഇഗ്സിലൂഹു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൗലുഹു ഫി ഇബ്നതിഹി സൈനബ് റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബ് വഫാത്തായപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇഗ്സിൽനഹാ, ആ സൈനബിനെ കുളിപ്പിക്കാൻ കയറിയ സ്ത്രീകളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്താ പറയുന്നത്? ഇഗ്സിൽനഹാ സലാസൻ, 3 തവണയായി നിങ്ങളവളെ കുളിപ്പിക്കുക. ഔ ഖംസൻ, അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 തവണ അങ്ങനെ വെള്ളം ഒഴിക്കുന്ന എണ്ണമാണ് പറയുന്നത്. ഔ അക്സറ മിൻ ദാലിക, അല്ലെങ്കിൽ അതിനേക്കാളും. ഫിത്ര, ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന ഉള്ളത് കുളിപ്പിക്കാന്നുള്ളത്. അതിനാണ് ഇവിടെ തെളിവിടിച്ചിട്ടുള്ളത്. ആ ഹദീസിന്റെ മുഴുവൻ ഭാഗം വരും. അതിനുമുമ്പ് ഇവിടെ എന്താണ് തെളിവിടിച്ചിട്ടുള്ളത്? നിർബന്ധമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കുളിപ്പിക്കുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് ഇതിലുള്ളത്. ആ ഹദീസ് വരും ഇൻഷാ അല്ലാഹ്. ഇനി അൽബാനി പറയുകയാണ്, വയുറാഅ ഫീ ഗസ്ലിഹി അൽ ഉമൂർ അൽ ആതിയ, 9 കാര്യങ്ങൾ അൽബാനിയുടെ ആദ്യം തന്നെ എടുത്തു പറയുന്നു. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുളിപ്പിക്കുമ്പോ, ഇത് പാലിച്ചിരിക്കണം, എല്ലാവരും ശ്രദ്ധിക്കുക. 1, ഗസ്ലുഹു സലാസൻ ഫഅക്സറു അലാ മാ യറൽ ഖായിമൂന അലാ ഗസ്ലിഹി, മിനിമം 3 തവണ. ഇനി കൂടുതൽ വേണമെന്ന് കുളിപ്പിക്കുന്ന ആളുകൾക്ക് മനസ്സിലായാൽ, വേണ്ടി വന്നാൽ അത്രയും, അങ്ങനെ വേണം. 2, അൻ തകൂനൽ ഗസ്ലാത്തു വിത്രൻ, ഒറ്റയായി അവസാനിപ്പിക്കുക. 3, അയ്യുഖ്റന മഅ ബഅദിഹാ സിദ്റുൻ, സിദ്ർ എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു ഇലയാണ്, അഴുക്കൊക്കെ കളയാനുള്ള, അത് ഉപയോഗിക്കുക. ഔ മാ യഖൂമു മഖാമഹു ഫി തൻളീഫ് കൽ ഉഷ്നാനി വസ്സാബൂൻ, ഇപ്പൊ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സാബൂൻ ഉപയോഗിക്കാം, സോപ്പ് ഉപയോഗിക്കാം, അതിന് പകരം അഴുക്ക് നീക്കാൻ വേണ്ടി. 3, അതാണ് 3 കാര്യം. 4, അയ്യുഖ്ലത മഅ ആഖിരി ഗസ്ലിഹി മിൻഹാ ശൈഉൻ മിന അത്ത്യ്ബ്, അവസാനത്തെ ഒഴിക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും സുഗന്ധം കലർത്തുക. വൽ കാഫൂർ ഔലാ, ഏറ്റവും ഉത്തമം ഏതാണ്? കാഫൂർ. കാഫൂർ പറഞ്ഞാൽ കർപ്പൂരം, വാക്കിന് സാമ്യം ഉണ്ടല്ലോ അല്ലേ? കാഫൂർ കേരളത്തിൽ പോയതുകൊണ്ടായിരിക്കും. ഖാമിസൻ, 5, നഖ്ബുൽ ലഫാഇർ വഗസ്ലുഹാ ജയ്യിദൻ, മുടിയൊക്കെ കൂടിപ്പെടുന്ന മുടിയാണെങ്കിൽ, നല്ല മുടിയുള്ള പുരുഷന്മാരോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തായാലും മുടി ഉണ്ടാവല്ലോ, അപ്പൊ എന്ത് വേണം? കെട്ടൊക്കെ അയച്ചിട്ട് എന്ത് വേണം? കഴുകണം, കെട്ടുകളൊക്കെ അയച്ച് കഴുകണം. 6, തസ്രീഹു ശഅരിഹി, എന്ത് വേണം? മുടി ചീകണം, മുടി ചീകി നല്ല വൃത്തിയാക്കി വെക്കണം. 7, ജഅലുഹു 3 ളഫായിറ ലിൽമർഅതി വഇൽഖാഉഹാ ഖൽഫഹാ, സ്ത്രീ ആണെങ്കിൽ 3 മെടന്ന് പിന്നിലേക്ക് ഇടണം മുടി. സ്ത്രീകളാണ് ശ്രദ്ധിക്കേണ്ടത്, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കുളിപ്പിക്കാന്നാണ്. 8, അൽബദഉ ബിമയാമിനിഹി വമവാദിഇൽ വുദൂഇ മിൻ, സാധാരണ നമ്മൾ കുളിക്കുമ്പോൾ തന്നെ തുടങ്ങേണ്ടത് വലതുഭാഗം വുദൂവിന്റെ അവയവങ്ങൾ. സാധാരണ നമ്മളെങ്ങനെ ജനാബത്ത് കുളി കുളിക്കുക, അതന്നെ, ഒരു വ്യത്യാസമില്ല. മനസ്സിലായി? വെള്ളം വായിലേക്ക് വല്ലാതെ ആക്കാൻ പാടില്ല. അതൊക്കെ കുളിപ്പിക്കുമ്പോൾ പ്രായോഗികമായി പഠിക്കേണ്ട കാര്യമാണ്. അത് നീന്താൻ പഠിക്കുന്ന പോലെയാണ്, പുറത്തുനിന്ന് പഠിക്കാൻ കഴിയൂല, വെള്ളത്തിൽ ഇറങ്ങിയാലേ പഠിക്കാൻ പറ്റുള്ളൂ.
അതിൽ പങ്കെടുത്ത് പഠിക്കേണ്ടതാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. സാധാരണ കുളിക്കുന്ന പോലത്തെ നമ്മൾ ജനാപത്ത് കുളിക്കുന്ന എങ്ങനെ അതുപോലെ കുളിപ്പിക്കുക. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒമ്പതാമത്തത് പുരുഷന്മാരുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് പുരുഷന്മാരാണ്. വൽ ഉൻസ അന്നിസ, സ്ത്രീകളുടേത് സ്ത്രീകളാണ്. ഇല്ലാ മസ്തുസ്നിയ കമാ യഅതി ബയാൻ, ചിലത് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, അത് വരും, ചിലത് വരും. ഒന്ന് ഭാര്യയും ഭർത്താവും, പിന്നെ ചെറിയ കുട്ടികളുണ്ടല്ലോ, പ്രായത്തിലത്തെ ചെറിയ കുട്ടി അല്ലെ, അതിനെയും ആ ഘടത്തിൽ വരുന്ന അത് കൂടുതൽ വിശദീകരിക്കുമ്പോൾ പിന്നീട് മനസ്സിലാവും. വദ്ദലീൽ അലാ ഹാദിഹിൽ ഉമൂർ, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയുള്ള തെളിവ് ഹദീസ് ഉമ്മു അത്തിയ്യത്തിൻ റളിയല്ലാഹു അൻഹാ, എണ്ണി പറഞ്ഞ 9 കാര്യം. ഇതിനുള്ള തെളിവ് ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹാ അവർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നേരത്തെ നമ്മൾ കഷ്ണം വായിച്ച ഹദീസിന്റെ ബാക്കിയാണ്. എന്താണ് അവർ പറയാണ്? ദഖല അലൈനാ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഞങ്ങളുടെ അടുത്തേക്ക് പ്രവേശിച്ചു. വനഹ്നു നഗ്സിലു ഇബ്നതഹു സൈനബ്, ഞങ്ങൾ ആരെ കുളിപ്പിച്ചുകൊണ്ടിരിക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ സൈനബിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെല്ലാവരും, ഫാത്തിമ ഒഴികെ എല്ലാ മക്കളും റസൂലുള്ളാഹിന്റെ ജീവിതകാലത്താണ് മരണപ്പെട്ടിട്ടുള്ളത്. മക്കൾ അള്ളാഹിന്റെ പരീക്ഷണം അല്ലെ. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ, ഏറ്റവും കഠിനമായി അള്ളാഹു പരീക്ഷിക്കുന്നത് പ്രവാചകന്മാരെയാണ്. സുമ്മൽ അംസൽ, പിന്നെ അവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ. ഫൽ അംസൽ, പിന്നെ അവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അങ്ങനെ അള്ളാഹു പരീക്ഷിക്കുക. സൈനബിനെ കുളിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തേക്ക് കയറി വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇഗ്സിൽനിഹാ സലാസൻ, അവരോട് പറയാൻ വേണ്ടി കയറിയതാണ്. കുളിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ 3 തവണ അവളെ കുളിപ്പിക്കുക. ഔ ഹംസൻ, അല്ലെങ്കിൽ 5 തവണ. ഔ സബഅൻ, അല്ലെങ്കിൽ 7 തവണ. ഔ അക്സറ മിൻ ദാലിക് ഇൻ റഅയ്തുന്ന ദാലിക്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനേക്കാളും കൂടുതൽ. ബിമാഇൻ വസിദ്രിൻ, വെള്ളവും ഈ സിദ്ർ അയലയും ഉപയോഗിച്ച്. ഇതിന് പകരമാണ് നമ്മൾ സോപ്പ് പറഞ്ഞത്. ഖാലത് ഖുൽതു വിത്രൻ, അപ്പോ ഉമ്മ അത്തിയ ചോദിച്ചു നബിയോട്, വിത്രായിട്ടാണോ ഒറ്റയായിട്ടാണോ? ഖാല നഅം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതെ. വജഅൽന ഫിൽ ആഖിറതി കാഫൂറൻ ഔ ശൈഅൻ മിൻ കാഫൂർ, അവസാനം നിങ്ങൾ കാഫൂർ ചേർക്കുക, അല്ലെങ്കിൽ കാഫൂറിന് കുറച്ച് കാഫൂറിന്റെ ഭാഗം ചേർക്കുക. ഫഇദാ ഫറഗ്തുന്ന ഫഅദിന്നനി, കുളിപ്പിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിക്കണം കേട്ടോ, കുളിപ്പിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിക്കണം, എന്നെ അറിയിക്കണം. ഫലമ്മ ഫറഗ്ന ആദന്നാ, കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. ഫഅൽഖാ ഇലൈനാ ഹഖ്വഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു വസ്ത്രം ഞങ്ങൾക്ക് ഇട്ടു തന്നു. എന്തിനു വേണ്ടിയാണ്? എന്നിട്ട് പറഞ്ഞു, അശഅർനഹാ, ഇതുകൊണ്ട് സൈനബിനെ നിങ്ങൾ പുതപ്പിക്കുക. അശഅർനഹാ ഇയ്യാഹു. ഖാലത്ത്, ഉമ്മ അത്തിയ പറയണം, ഫമശത്നാഹാ സലാസത ഖുറൂ, ഞങ്ങൾ സൈനബിന്റെ മുടി 3ആയി ചീകി. ഫീ റിവായ നഖദ്നഹു സുമ്മ ഗസൽനഹു, മറ്റൊരു റിപ്പോർട്ടിൽ ഞങ്ങൾ ആദ്യം മുടി കെട്ടിയത് അയച്ച് കുളിപ്പിക്കുമ്പോ എന്നിട്ട് കഴുകി. അതിനുശേഷം ഫവഫർനാ ശഅറഹാ സലാസത അസ്ലാസിൻ, 3ആയി മെടന്നു. ഖർനൈഹാ വനാസിയതഹാ, 2 കർണ് പറഞ്ഞ കൊമ്പ്, 2 വശത്തേക്കും, 1 നാസിയ മൂർദാവ് ഭാഗത്തേക്കും. അങ്ങനെ അവിടുന്ന് മൂർദാവ് നിന്നും പിന്നെ 2 വശത്തു നിന്നും. വഅൽഖൈനഹാ ഖൽഫ, എന്നിട്ട് അത് പിന്നിലേക്ക് ഇട്ടു. ഖാലത് വഖാല ലനാ ഇബ്ദഅന ബിമയാമിനിഹാ വമവാദിഅൽ വുദൂഇ മിൻഹാ, കുളിപ്പിക്കുന്ന ആദ്യം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വലത് ഭാഗം ആദ്യം ചെയ്യണമെന്നും വുദൂഇന്റെ ഭാഗങ്ങൾ കൊണ്ട് തുടങ്ങാമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഒരുപാട് ഹദീസിന്റെ കിതാബുകളിലുള്ള സഹിഹായ സംഭവമാണ്. നേരത്തെ പറഞ്ഞ 9 കാര്യങ്ങൾ ഈ പറഞ്ഞതിൽ വന്നു. മനസ്സിലായല്ലോ? സാധാരണ എങ്ങനെ നമ്മൾ കുളിക്കാം? ആദ്യം അല്ലെ കൈ ഒന്ന് കഴുകും, എന്നിട്ട് ഗുഹ്യാവയവങ്ങൾ വൃത്തിയാക്കും, അഴുക്കുകളൊക്കെ നയിക്കും. മയ്യത്താവുമ്പോൾ ഒന്ന് വയറ് നക്കണം, എന്നാൽ മാത്രമേ പലതും പുറത്തു വരാണ്ടോ, അതൊക്കെ വൃത്തിയാക്കണം. എന്നിട്ട് ഒന്ന് കുളിപ്പിക്കണം, കുളിപ്പിക്കണം. അതന്നെ, ഒരു വ്യത്യാസമില്ല. പല്ല് തേപ്പിക്കണം ആദ്യം, വെള്ളം ഉള്ളിലേക്ക് പോകരുത്, ഒരു തുണി പൊതിഞ്ഞ് തേച്ച് കൊടുക്കുക. മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ പങ്കെടുത്ത ആളുകൾക്ക് മനസ്സിലാകും. അത് നമ്മൾ കുളിപ്പിക്കുന്ന പോലെ തന്നെ. പിന്നെ ഇത് ശ്രദ്ധിക്കാനുള്ളത്, വയറൊന്ന്, അതൊക്കെ പ്രായോഗികമായ കാര്യങ്ങളാണ്. അഴുക്ക് നീക്കുക എന്നുള്ളത്, വയറൊന്ന് നെക്കിയാൽ വയറ്റുള്ളത് പുറത്തേക്ക് വരും, അത് വൃത്തിയാക്കണം. പ്രായോഗികമായ ഒരുപാട് കാര്യങ്ങൾ വേറെ പറയേണ്ടത്, അങ്ങനത്തെ ഒരു ക്ലാസ് തന്നെ എടുക്കേണ്ടത്. നമ്മൾ കിതാബ് വായിക്കുക എന്നുള്ള മാത്രമാണ് ഉദ്ദേശം. ഓ ആ ആ ആ
ആ കാലം ആണ് ആണ് അതെ, സ്ത്രീകൾ തന്നെ വേണം. ആശിറൻ, പത്താമത്തെ 9 കാര്യങ്ങൾ പറഞ്ഞു. പത്താമത്തേത് അയ്യുഗ്സല ബിഖിർഖത്തിൻ ഔ നഹ്വിഹാ, പ്രത്യേകം ശ്രദ്ധിക്കണം. അയ്യുഗ്സല, കുളിപ്പിക്കണം, ബിഖിർഖത്തിൻ ഔ നഹ്വിഹാ, ഒരു തുണിക്കഷ്ണം കൊണ്ട് വൃത്തിയാക്കണം, കുളിപ്പിക്കണം. തഹ്ത സാതിരിൻ ലിജിസ്മിഹി ബഅദ തജ്രീദിഹി മിൻ സിയാബിഹി കുല്ലിഹാ, വസ്ത്രങ്ങൾ മുഴുവൻ അയച്ചു മാറ്റുമല്ലോ കുളിപ്പിക്കുമ്പോൾ. എന്നിട്ട് ഔറത്ത് മറക്കാൻ ഒരു തുണി ഇടണം. ജീവിച്ചിരിക്കായാലും മരിച്ചാലായാലും ഔറത്തിലേക്ക് നോക്കാൻ പാടുണ്ടോ? പാടില്ല. നോക്കാതെയാണ് കുളിപ്പിക്കേണ്ടത്. ഒരു തുണി അതിന്റെ മുകളിലിട്ട് അതിന്റെ അടിയിലൂടെയാണ് വൃത്തിയാക്കേണ്ടത്. എന്നിട്ടൊരു തുണിക്കഷ്ണം അതിനുപയോഗിക്കണം. فإنه كذلك كان العمل على عهد النبي صلى الله عليه وسلم, അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ അമൽ. കമാ യുഫീദുഹു ഹദീസു ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യമാണ്. വ്യക്തമായി ഇതിൽ പറയുന്നല്ല, കിട്ടുന്ന കാര്യമാണ്. ശ്രദ്ധിക്കണം. കാരണം ഈ ഹദീസ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കുന്ന രംഗാണ് പറയാൻ പോകുന്നത്. നന്നായി ശ്രദ്ധിക്കണം ഈ ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലമ്മ അറാദു ഗസ്ലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കാൻ ഉദ്ദേശിച്ചു. ഖാലു, അവർ പറഞ്ഞു, വല്ലാഹി ലാ നദ്രി, അല്ലാഹുവാണ് നമുക്കറിയില്ല. അനുജർരിദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സിയാബിഹി കമാ നുജർരിദു മൗതാന, ഞങ്ങൾ സാധാരണ മരിച്ചവരെ ചെയ്യുന്നത് പോലെ വസ്ത്രം മുഴുവൻ അയച്ചു മാറ്റുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അയച്ചു മാറ്റണോ? അയച്ചു മാറ്റുന്നതിനിടയിൽ എന്ത് ചെയ്യും? നമുക്ക് അറിയുന്നല്ലേ, അയച്ചു മാറ്റുന്നതിനിടയിൽ തന്നെ അവർക്ക് കാണാതിരിക്കാൻ ഒരു തുണി വെക്കാം. പ്രായോഗികമായി ആർക്കും അറിയാവുന്ന കാര്യമാണത് അല്ലെ? ഒരു തുണി വെച്ച് അതിന്റെ അടിയിലൂടെ അയച്ചു മാറ്റുക. അങ്ങനെ വസ്ത്രം സാധാരണ നമ്മൾ അയച്ചു മാറ്റുന്നത് പോലെ. അപ്പൊ അതിന് എന്ത് കിട്ടി? സാധാരണ ആളുകളുടേത് അവർ മുഴുവനായി അയച്ചു മാറ്റാറുണ്ടായിരുന്നത് കിട്ടിയില്ലേ? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് ഞങ്ങൾ അയക്കണോ? നബിയാണല്ലോ, ഇത് അള്ളാഹുവിന്റെ റസൂലാണല്ലോ, അയക്കണോ വേണ്ടേ എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് സഹാബിമാര് പറഞ്ഞു. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം അങ്ങനെ തന്നെ വെച്ച് അതിന്റെ മുകളിലൂടെ കുളിപ്പിക്കണോ? വസ്ത്രം വെച്ച് അതിന്റെ മുകളിലൂടെ വെള്ളം ഒഴിച്ച് അങ്ങനെ വെള്ളം ഉള്ളിലൂടെ അങ്ങനെ കുളിപ്പിക്കണോ? അതല്ല, വസ്ത്രം അയച്ചു കുളിപ്പിക്കണോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ, എന്ത് ചെയ്യുമെന്ന് സഹാബത്താകെ അവരാകെ അങ്കലാപ്പിലായി. ഒരത്ഭുത സംഭവം അവിടെ നടന്നു. ഈ സമയത്ത് സഹാബത്തിന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലായി. അപ്പൊ അള്ളാഹു അവർക്കൊരു ഉറക്കം കൊടുത്തു. ആ സമയത്ത് കുളിപ്പിക്കാൻ കയറി സഹാബിമാരെല്ലാരും ഉറങ്ങിപ്പോയി. ഹത്താ മാ മിൻഹും റജുലുൻ ഇല്ലാ വദഖനുഹു ഫീ സദ്രിഹി, അവരിൽ ഒരാളുമില്ല അവരുടെ ദഖന, ഇത് ഈ സാധനം നാടി എന്ന് പറയില്ല, അത് നെഞ്ചിലായിട്ടല്ല, ഇങ്ങനെ തൂങ്ങി. നമ്മളെ ക്ലാസ്സിന് ഉറങ്ങണ അതിൽ ഉറങ്ങി, മനസ്സിലായില്ലേ? സഹാബത്ത് ഇങ്ങനെ ഉറങ്ങാൻ അള്ളാഹു അവരിൽ ഉറക്കിട്ട് കൊടുത്തു എന്നാണ്. എന്നിട്ടോ ثم كلمهم مكلم من ناحية البيت, അവരോട് ആ സമയത്ത് അവരങ്ങനെ അള്ളാഹു അവർക്കൊരു ഉറക്കിട്ടു. അവരങ്ങനെ ഉറങ്ങി. ആ സമയത്ത് ആ ഉറക്കത്തിൽ ആ ബൈറ്റിന്റെ അടുത്ത് നിന്ന് ഒരാൾ അവരോട് സംസാരിച്ചു. ആരോ ഒരാൾ അള്ളാഹു അവർക്ക് ഒരു ശബ്ദം കേൾപ്പിച്ചു കൊടുത്തു. എന്താണ് പറഞ്ഞത്? ആ ശബ്ദം അവരോട് പറയുകയുണ്ടായി, ലാ യദ്റൂന മൻഹു, അതാരാണെന്ന് അവർക്കറിയില്ല. അൻ അഗ്സിലു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹി സിയാബുഹു, നബിയങ്ങൾ കുളിപ്പിക്കുക വസ്ത്രമഴിക്കാതെ, വസ്ത്രത്തിന്റെ മുകളിലൂടെ കുളിപ്പിക്കുക. ഫഖാമു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഗസലൂഹു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചു. എങ്ങനെയാണ്? വഅലൈഹി ഖമീസുഹു, നബിയുടെ മുകളിൽ നബിയുടെ വസ്ത്രമുണ്ട്. യസുബ്ബൂനൽ മാഅ ഫൗഖൽ ഖമീസ്, ആ വസ്ത്രത്തിന്റെ മുകളിലൂടെ അവരെന്ത് ചെയ്തു? വെള്ളം ഒഴിച്ചു. എന്നിട്ടോ വയദ്ലുകൂനഹു ബിൽ ഖമീസ്, എന്നിട്ട് ആ വസ്ത്രത്തോട് ഇങ്ങനെ പിരിഞ്ഞ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വസ്ത്രത്തിന്റെ മുകളിലൂടെ നബിയെ കുളിപ്പിച്ചു. ദൂന ഐദീഹിം, അവരുടെ കൈ നേരിട്ട് സ്പർശിക്കാതെ. വകാനത് ആയിഷത്തു തഖൂൽ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു,
ലൗ ഇസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർതു മാ ഗസലഹു ഇല്ലാ നിസാഉഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് മുമ്പ് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? ഭാര്യക്ക് ഭർത്താവ് നീ മരിച്ചെന്ന് ഞാൻ ഇന്നെ കുളിപ്പിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു ആയിഷയോട്. ഒരു ഹദീസ് വരാനുണ്ട്. ആ സംഭവം ആയിഷ റളിയല്ലാഹു അൻഹക്ക് പിന്നെയാണ് ഓർമ്മ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉസ്ലൊക്കെ കുളിപ്പികളൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് ആയിഷ റളിയല്ലാഹു അൻഹക്ക് ആ സംഭവം ഓർമ്മ വന്നത്. ആയിഷ പറഞ്ഞു, എനിക്ക് അന്നത് ഓർമ്മ വന്നിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് നബിയെ കുളിപ്പിച്ചേനെ. ഞങ്ങൾ ഭാര്യമാര് നബിയെ കുളിപ്പിക്കുമായിരുന്നു, വേറെ ആരെയും ഞങ്ങൾ കുളിപ്പിക്കാൻ അനുവദിക്കൂലായിരുന്നു എന്ന് പറഞ്ഞു. വേറെ ആർക്കും പാടില്ല എന്നല്ല, പക്ഷെ അങ്ങനെ ഒരു അനുവാദം ആയിഷ റളിയല്ലാഹു അൻഹക്ക് ആ സമയത്ത് ഓർമ്മ വന്നില്ല. പിന്നെയാണ് ഓർമ്മ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്ന് ഓർമ്മ വന്നത്. ഇത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മുല്ല അലിയുൽ ഖാരി, അത് ഞാൻ പ്രത്യേകം എഴുതിയെടുത്താണെന്ന് ഒരു സംശയം വന്നുകൊണ്ട് എഴുതിയെടുത്താണ്. മിർഖാത്തുൽ മഫാത്തിഹ് എന്ന ഗ്രന്ഥത്തിൽ മുല്ല അലിയുൽ ഖാരി അദ്ദേഹം പറയുണ്ടായി, അവരപ്പോ കുളിപ്പിച്ചു പിന്നെ ആ നനഞ്ഞ വസ്ത്രത്തിന്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഫൻ ചെയ്തിരിക്കാനിടയില്ല. അവർ പിന്നെ ആ വസ്ത്രം മാറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്തിരിക്കാം. നന്നന്റെ മുകളിൽ വേറെ കഫൻ ചെയ്തല്ല, അപ്പോ കാണാത്ത രീതിയിൽ മാറ്റി പിന്നീട് കഫൻ ചെയ്തിരിക്കാം. നനഞ്ഞതിന്റെ മുകളിൽ അപ്പൊ കഫൻ ചെയ്തോ എന്ന് ചില ആളുകൾ സംശയം ഉന്നയിച്ചിട്ടുണ്ട് ഈ ഹദീസിനെ കുറിച്ച്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു മറുപടി അദ്ദേഹത്തിന്റെ മിർഖാത്തുൽ മഫാത്തിഹ് എന്ന പുസ്തകത്തിൽ ഉദ്ധരിച്ചത് കാണാം. ഈ പറഞ്ഞ ഹദീസ് ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്, ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ളതാണ്, ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. സഹീഹായ സംഭവമാണ്. 11ാമത്തെ കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ വയുസ്തസ്നാ മിമ്മാ ദുകിറ ഫീ റാബിഅൻ അൽ മുഹ്രിം ഫഇന്നഹു ലാ യജൂസു തത്യീബുഹു. ഈ പറഞ്ഞ ഈ മയ്യത്തിന് സുഗന്ധം പരത്തി കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്ന് ആരൊഴിവാണ്? മുഹ്രിം ഒഴിവാണ്, ഇഹ്റാം കെട്ടിയ ആൾ, അദ്ദേഹം അതിൽ നിന്ന് ഒഴിവാണ്. ലിഖൗലിഹി ഫിൽ ഹദീസിൽ ലദീ സബഖത്തിൽ ഇശാറത്തു ഇലൈഹി ഖരീബ. നേരത്തെ നമ്മൾ ആ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഇഹ്റാമിലായിരിക്കെ മരിച്ച ആളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഹന്നിതു, നിങ്ങൾ അയാൾക്ക് സുഗന്ധം പുരട്ടരുത്. ഇഹ്റാമിലായി കഴിഞ്ഞാൽ പിന്നെ പാടില്ലല്ലോ. അതുപോലെ തന്നെ ഫഇന്നഹു യുബഅസു യൗമൽ ഖിയാമത്തി മുലബ്ബിയ, അതെങ്ങനെയാണ് ഖിയാമത്ത് നാളിൽ വരിക? തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞിട്ടാണ് ഇഹ്റാമിലായിക്കൊണ്ട് മരിച്ച മനുഷ്യൻ പരലോകത്തേക്ക് വരിക. അത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ആ ഹദീസ്, അത് ശ്രദ്ധിക്കണം. 12 വയുസ്തസ്ന അയ്ളൻ മിമ്മാ വറദ ഫീ ദാസിഅൻ അസ്സൗജാൻ, ആണ് പെണ്ണിനെ കുളിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ഒഴിവാണ് ആര്? ഭാര്യയും ഭർത്താവും. ഫഇന്നഹു യജൂസു ലികുല്ലി മിൻഹുമാ യതവല്ലാ ഗസ്ൽ ആഖർ, അവർക്ക് പരസ്പരം കുളിപ്പിക്കാം. ഇദ് ലാ ദലീല യംനഉ മിൻ, കാരണം അത് വിലക്കുന്ന തെളിവൊന്നുമില്ല. വൽ അസ്ലു അൽ ജവാസ്, അതിന്റെ അടിസ്ഥാനം അനുവദനീയമെന്നതാണ്. വലാ സിയമാ വഹുവ മുഅയ്യദുൻ ബിഹദീസൈൻ, എന്ന് മാത്രമല്ല അത് ശക്തിപ്പെടുത്തുന്ന, അത് ആവാമെന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകളും ഉണ്ട്. അതാണ് നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ മറന്നുപോയി എന്ന് പറഞ്ഞ ഹദീസ്. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വലൗ കുൻതു ഇസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർതു മാ ഗസൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറു നിസാഇഹി. എനിക്കിത് ആദ്യം അറിയുമായിരുന്നെങ്കിൽ നബിയുടെ ഭാര്യമാര് മാത്രമേ നബിയെ കുളിപ്പിക്കുമായിരുന്നുള്ളൂ. ഇമാം ബൈഹഖി പറഞ്ഞു, ഫതലഹഫത് അലാ ദാലിക്, ആയിഷ അങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചു. വലാ യതലഹഫു ഇല്ലാ അലാ മാ യജൂസ്, ഹനഫികൾ പറയാറുണ്ടത്രേ ഇത് പാടില്ല, ഭാര്യക്ക് ഭർത്താവിന് ഭാര്യയും കുളിപ്പിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ടത്രേ. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ബന്ധം വിട്ടുപോയി, അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവളെ വേറെ ആൾക്ക് കല്യാണം കഴിക്കാലോ, അങ്ങനല്ല ഹുക്മ്, അതുകൊണ്ട് കുളിപ്പിക്കാൻ പാടില്ല എന്ന് ഹനഫികൾക്ക് അഭിപ്രായമുണ്ട്. ഹനഫി മദ്ഹബിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അത് ശരിയല്ല, കാരണം താൻ ബൈഹഖ് വരെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പാടില്ലാത്തൊരു സംഗതി ഒരിക്കലും ഇത് ഓർമ്മ വന്നിരുന്നെങ്കിൽ അന്ന് അങ്ങനെ ചെയ്തേരെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയൂല എന്ന് ഇമാം ബൈഹഖി ഇതിന് തെളിവ് പിടിച്ചിട്ടുണ്ട്. 2ാമത്തെ ഹദീസ്, അതാണ് ഈ മറന്നുപോയി എന്ന് പറഞ്ഞത്. ആ സംഭവം തന്നെ ഇതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റജഅ ഇലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജിനാസത്തിൻ ബിൽ ബഖിയ, ബഖിയയിൽ ഒരു ജനാസ കബറടക്കിയ ശേഷം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്തേക്ക് വന്നു. വഅന അജിദു സുദാഅൻ ഫി റഅസി, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അന്ന് നല്ല തലവേദന വന്ന സമയത്താണ്.
അഖൂൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു വാറസാ, ഓ തലവേദന എടുത്തിട്ട് എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, വാറസാ എന്തൊരു തലവേദന എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഫഖാൽ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് പറഞ്ഞു എന്നാണ്, മാ ലറക്കി ലൗ മിത്തി ഫഖബ്ലി ഫഗസൽതുക, നീ എന്നെക്കാളും മുമ്പേ നീ മരിച്ചാൽ ഞാൻ നിന്നെ കുളിപ്പിക്കും, വകഫൻതുക ഞാൻ നിന്നെ കഫൻ ചെയ്യും, സുമ്മ സല്ലൈതു അലൈക വദഫൻതുക ഞാൻ നിന്നെ കൊണ്ട് നിസ്കരിക്കും, എന്നിട്ട് നിന്നെ കബറടക്കും. നിങ്ങൾ ആരെങ്കിലും ഇത് വാര്യനോട് പറഞ്ഞാലോ, എന്നെക്കാളും മുന്നേ നീ മരിച്ചാലേ ഞാൻ എന്നെ കുളിപ്പിക്കും, എന്നെ കഫൻ ചെയ്യും, എന്നെ കബറടക്കും എന്ന് പറഞ്ഞാലോ എന്ത് പറയും? ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ മരിക്കാൻ ബോധ്യമുണ്ടോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാറസാ എനിക്ക് തലവേദന ഉണ്ട്, മനസ്സിലായില്ലേ? ഞാൻ ആദ്യം മരിക്കുകയാണെങ്കിൽ ഞാനിപ്പോ തന്നെ എന്ത് ചെയ്യാം, അബൂബക്കറിന്റെ അടുത്തേക്ക്, അബൂബക്കറിനോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി, അബൂബക്കർ സിദ്ദീഖിനോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ ആളെ വിടാം, കാരണം എന്റെ കാര്യം നോക്കണ്ടേ, ഈ മാത്രമല്ല ഞാനും മരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുണ്ടായി. ഇബ്നു ഹജർ അൽ അസ്ഖലാനി തെളിവ് പിടിച്ചു. പല കാര്യങ്ങൾ അങ്ങനെ ഹദീസിന് തെളിവ് പിടിക്കല്ലോ. തലവേദന വന്ന ഒരാൾക്കൊരു രോഗം ഉണ്ടെങ്കിൽ അത് ചില സന്ദർഭങ്ങളിൽ പറയാം, തെറ്റൊന്നുമില്ല, തലവേദന അങ്ങനെ പറയല് തെറ്റൊന്നുമല്ല. അതുപോലെ ഭാര്യമാരുമായി ഇങ്ങനത്തെ വർത്താനം പറഞ്ഞിട്ടുള്ള തലാവുബ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ തമാശ പറയൽ അതൊക്കെ അനുവദനീയമാണെന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഈ ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആയിഷ ചോദിച്ചത്, നിങ്ങൾ എന്റെ മരണം ആഗ്രഹിക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. ഇത് ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ളതാണ്, ഇമാം ദാരിമി ഒരുപാട് കിതാബുകൾ വന്നിട്ടുള്ള സംഭവമാണ്. 13 അയ്യതവല്ല ഗസ്ലഹു മൻ കാന അഅറഫ ബിസുന്നത്തിൽ ഗസ്ൽ. ആരാണ് കുളിപ്പിക്കേണ്ടത്? കുളിക്കൽ എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിചര്യ അനുസരിച്ച് കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നന്നായി അറിയുന്ന ആളുകളാണ് കുളിപ്പിക്കേണ്ടത്. ലാ സിയമാ ഇദാ കാന മിൻ അഹ്ലിഹി വ അഖാരിബി, പ്രത്യേകിച്ചും മരിച്ച ആളുടെ കുടുംബക്കാരായ ആളുകൾ, അവരിൽ തന്നെ അറിവുള്ള ആളുകൾ. لأن الذين تولوا غسله صلى الله عليه وسلم كانوا كما ذكرنا, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ച ആളുകൾ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ആളുകളാണ്. ആരൊക്കെയായിരുന്നു? അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അതിലുണ്ട്. വേറെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട സഹാബിമാര് തന്നെ. അലി റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു, റസൂലുള്ളാഹിനെ കുളിപ്പിച്ച അനുഭവം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഗസൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കുളിപ്പിച്ചു. ഫജഅൽതു അൻദുർ, ഞാൻ നോക്കി, മാ യകൂനു മിനൽ മയ്യിത്ത്, സാധാരണ മയ്യിത്ത് കുളിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പലതും ഉണ്ടാവും അല്ലെ, പലതും ഉണ്ടാകും, പല വിസർജ്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ സാധാരണ മയ്യിത്ത് കുളിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പലതും ഉണ്ടാകുമോ എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നോക്കി. പക്ഷെ സാധാരണ മയ്യിത്ത് കുളിപ്പിക്കുന്ന ഒന്നും നബിയുടെ മയ്യിത്ത് കുളിപ്പിക്കുമ്പോൾ കണ്ടില്ല. ഫലം അറ ശൈഅ വകാന തയ്യിബൻ ഹയ്യൻ വമയ്യിതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, വകാന തയ്യിബൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും തയ്യിബായിരുന്നു, വിശിഷ്ടനായിരുന്നു, ഒരു അഴുക്കില്ലാതെ നല്ല വൃത്തിയുള്ള ആളായിരുന്നു. ഹയ്യൻ വമയ്യിതാ, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചപ്പോൾ എന്ന് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ സംഭവമാണ്. അടുത്തത് വലിമൻ തവല്ല ഗസ്ലഹു, കുളിപ്പിക്കേണ്ട കാര്യം കഴിഞ്ഞു. ഇനി പറയുകയാണ്, വലിമൻ തവല്ല ഗസ്ലഹു അജ്റുൻ അളീമുൻ, ആരാണോ മയ്യിത്ത് കുളിപ്പിച്ചത് അയാൾക്കുണ്ട് എന്തുണ്ട്? അജ്റുൻ അളീം എന്ന് പറഞ്ഞാ വലിയ പ്രതിഫലം, മഹത്തായ പ്രതിഫലമുണ്ട്. ആർക്കാണ്? മയ്യിത്ത് കുളിപ്പിച്ച ആൾ. മയ്യിത്ത് ഇങ്ങനെ കാണാൻ പോവാ, എന്നിട്ട് ഒന്ന് നോക്കി പിന്നെ വേഗം, നമ്മളിങ്ങനെ ഇത്തിരി വിളിയാതിരിക്കാൻ വേണ്ടി അങ്ങനെ 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 ആവരുത്, എല്ലാത്തിനും പങ്കെടുക്കണം, മനസ്സിലല്ലോ, അതൊക്കെ പങ്കെടുക്കണം, നമ്മൾ അതിൽ സജീവമാകണം. മയ്യിത്ത് കുളിപ്പിക്കാനൊക്കെ പഠിച്ചിരിക്കേണ്ട വിഷയങ്ങളാണ്. മരണം എന്നുള്ള യാതൊരു സംശയമില്ലാത്ത കാര്യമല്ലോ, എപ്പോഴും നടക്കാവുന്ന സംഭവങ്ങളാണ്. നമ്മുടെ മയ്യിത്ത് കുളിപ്പിക്കാനൊക്കെ ആളുകൾ മുന്നിട്ട് ഇറങ്ങേണ്ടത്. വലിയ പ്രതിഫലമുണ്ട്. അൽ-അവ്വൽ, ഒന്ന് അയ്യസ്തുറ അലൈഹി, ബിശർത്തൈൻ ഇസ്നൈൻ, രണ്ട് നിബന്ധനയോടെ രണ്ട് ഷർത്തോടെ വലിയ പ്രതിഫലമുണ്ട്. ഒന്നാമത്തെ എന്താണ്? അയ്യസ്തുറ അലൈഹി, എന്ത് വേണം? മറച്ചു വെക്കണം. മയ്യത്തിന്റെ ശരീരഭാഗങ്ങളൊക്കെ കാണും അല്ലെ, അവിടത്ത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, എന്നാലും സാധാരണ മറക്കുന്ന ഭാഗങ്ങളൊക്കെ കാണും. വലാ യുഹദ്ദിസ് ബിമാ ഖദ് യറാ മിനൽ മക്റൂഹ്,
സാധാരണ ആളുകൾക്ക് വെറുപ്പ് തോന്നുന്ന എന്തെങ്കിലും ശരീരത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യരുത്, പറയാൻ പാടില്ല, മൂടി വെക്കണം, മനസ്സിൽ വെക്കണം. ലഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ ഗസല മുസ്ലിമ, ആരെങ്കിലും ഒരു മുസ്ലിമിനെ കുളിപ്പിക്കുകയും ഫകതമ അലൈഹി, എന്നിട്ട് മറച്ചു വെക്കുകയും ചെയ്താൽ ഗഫറ ലഹു അല്ലാഹു 40 മറ, 40 തവണ അള്ളാഹു അവന് പുറത്തു കൊടുക്കും. വേറെ റിവായത്തിലുള്ളത് 40 കബീറ, 40 വൻപാപങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്ന 40 കബീറ. ومن حفر له فأجنه أجري عليه كأجر مسكن أسكنه إياه إلى يوم القيامة. سبحان الله. ഇനി ആരെങ്കിലും ഖബർ വെച്ചു, ഖബർ വെക്കാനൊക്കെ കൂലിക്കാരെ തന്നെ എപ്പോഴും എത്തിക്കണമെന്നില്ല, നമ്മൾ ഖബർ വെക്കണം. ഖബർ വെച്ചു ഒരാൾ, എന്നിട്ട് ഈ മുസ്ലിമിനെ ആ ഖബറിൽ വെച്ച് ഖബറടക്കിയാൽ എന്താ പ്രതിഫലം? ഖിയാമത്ത് നാൾ വരെ ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു വീടുണ്ടാക്കി കൊടുത്തരാ, വീടില്ലാത്ത ഒരാൾ. എന്നിട്ട് അയാൾ ആ വീട്ടിൽ താമസിച്ചു. എത്ര കാലം? ഖിയാമത്ത് നാൾ വരെ താമസിച്ചു. അതിനനുസരിച്ച് പ്രതിഫലം കൊടുക്കും, അത്രയും പ്രതിഫലം ലഭിക്കും. കാരണം ഇയാൾക്ക് ഖിയാമത്ത് നാൾ വരെ കിടക്കാനുള്ള വീടാണത്, അല്ലേ? അതാണ് നല്ല മയ്യിത്താണെങ്കിൽ, നല്ല മയ്യിത്താണെങ്കിൽ ഖബറിൽ അള്ളാഹു സ്വർഗത്തിലുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കും. സ്വർഗത്തിലുള്ള പരിമളവും സുഖങ്ങളൊക്കെ കിട്ടും. കണ്ണെത്താത്ത ദൂരത്തോളം ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കും. നീ ഒരു അറൂസിന്റെ ഉറക്കുറങ്ങിക്കോളെന്ന് പറയും, ഒരു മണവാളിന്റെ ഉറക്കുറങ്ങിക്കോളെന്ന് പറയും. അപ്പൊ ആ മനുഷ്യൻ എന്താ പറയാ? അള്ളാഹു മാഹിമിസ, അള്ളാഹു വേഗം ഒന്ന് ഖിയാമത്ത് നാളാക്കണേ. എന്തിനു വേണ്ടി? സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി. മോശാളാണെങ്കിൽ നരകത്തിലുള്ള വാതിൽ അള്ളാഹു തുറന്നു കൊടുക്കും. അവിടുത്തെ തീയും പുകയും അവന്റെ ഖബറിലേക്ക് വരും. എന്നിട്ടോ ആ ഖബർ ഇടുങ്ങും, അല്ലെ? വാരിയലുകൾ കോർത്തു പോകും. ആ സമയത്ത് ആ മനുഷ്യൻ പറയും, എന്താണ്? അല്ലാഹുമ്മ ലാ തുഖിമിസ്സ, അള്ളാഹു ഒരിക്കലും ഖിയാമത്ത് നാൾ കൊണ്ടുവരില്ല. കാരണം ഇതിനേക്കാളും വലിയ ശിക്ഷയിലേക്കാണല്ലോ പോകേണ്ടി വരും. ഖിയാമത്ത് നാൾ വരെ അയാൾക്ക് കിടക്കാനുള്ളതാണ് ഖബർ. ആ ഖബറിൽ ആ മനുഷ്യനെ വെച്ച് ഖബറടക്കിയാൽ ഖിയാമത്ത് നാൾ വരെ ഒരു വീട്ടിൽ അയാൾ താമസിപ്പിച്ചതുപോലെയുള്ള പ്രതിഫലമാണ്. വമൻ കഫനഹു, ആരെങ്കിലും ഒരു മയ്യിത്തിനെ കഫൻ ചെയ്താൽ കസാഹുല്ലാഹു യൗമൽ ഖിയാമത്തി മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ അൽ ജന്ന, അള്ളാഹു അയാൾക്ക് പരലോകത്ത് സ്വർഗത്തിലെ സുന്ദുസും ഇസ്തബ്റഖും കൊണ്ട് അയാളെ പൊതിയും. സ്വർഗത്തിൽ വിശിഷ്ടമായ വസ്ത്രങ്ങൾ. സുന്ദുസ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ പട്ടുവസ്ത്രമാണ്? നേരിയ അങ്ങനത്തെ സ്വർഗത്തിൽ വിശിഷ്ടമായ വസ്ത്രമാണ്. ഇസ്തബ്റഖ് എന്ന് പറഞ്ഞാലോ കുറച്ച് പരുഷമായ തിളങ്ങുന്ന സ്വർഗീയ വസ്ത്രങ്ങളാണ്. സുന്ദുസും ഇസ്തബ്റഖും ഖുർആനിൽ വന്നിട്ടുള്ളതാണ് രണ്ടും, അല്ലെ? ആലിയഹും സിയാബു സുന്ദുസിൻ ഖുദ്രിൻ വ ഇസ്തബ്റഖ്, സൂറത്തു അൽ ഇൻസാൻ. വേറെയും സൂറത്തുകളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ കഹ്ഫിലുണ്ട്, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുള്ള സ്വർഗീയ വസ്ത്രങ്ങൾ കൊണ്ട് അള്ളാഹു അയാളെ അണിയിക്കും. ആരെ? കഫൻ ചെയ്ത് കൊടുത്ത ആളെ, കഫൻ ചെയ്ത് കൊടുത്ത ആൾക്ക്. ഇതാണ് രണ്ടാമത്തെ ഷർത്ത്. എന്താണ്? ഒന്നാമത്തേത് മറച്ചു വെക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇത്തിബാഅത്തിൽ പെട്ടു, അല്ലെ? ഏത് ഷർത്തിനും ഏത് കർമ്മം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. അതുപോലെ രണ്ട്, അയ്യബ്തഗിയ ബിദാലിക വജ്ഹ അല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ അവൻ ഉദ്ദേശിക്കുക ആ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട്. ലാ യുരീദു ബിഹി ജസാഅൻ വലാ ശുകൂറ വലാ ശൈഅൻ മിൻ ഉമൂരി ദുനിയ, എന്തെങ്കിലും ആളുകളുടെ ഒരു നന്ദിയോ ഒരു പ്രതിഫലമോ ദുനിയാവിൽ എന്തെങ്കിലുമോ അയാൾ കൊതിക്കാൻ പാടില്ല. അയാളുടെ കുടുംബക്കാരൊക്കെ എന്നെ പറ്റി നല്ല അഭിപ്രായം പറയട്ടെ, അവരെന്നോട് നന്ദി കാണിക്കട്ടെ, നമ്മുടെ വീട്ടിലൊരു മരണം നടപ്പോ ഉണ്ടായ ആളല്ലേ എന്ന് പറഞ്ഞ അവരെന്നെ ഒന്ന് പരിഗണിക്കട്ടെ, അല്ലെങ്കിൽ ദുനിയാവിന്റെ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാവരുത്. ലിമാ തഖററ ഫി ശറഇ അന്നല്ലാഹ തബാറക വതആല ലാ യഖ്ബലു മിനൽ ഇബാദാത്ത് ഇല്ലാ മാ കാന ഖാലിസൻ ലിവജ്ഹിൽ കരീം. കാരണം ശറഇൽ, ഈ ഇസ്ലാമിൽ വളരെ സ്പഷ്ടമായ ഒരു സംശയത്തിനും ഇടയില്ലാത്ത കാര്യമാണ് അള്ളാഹു അവന് വേണ്ടി മാത്രം ചെയ്തത് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നുള്ളത്. അതിന് തെളിവുകൾ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് സൂചിപ്പിക്കാം. അതാണ് ഇനി പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ദീൻ നന്നായി പഠിക്കുവാനും അബദ്ധങ്ങളില്ലാതെ മനസ്സിലാക്കുവാനുമുള്ള മഹത്തായ തൗഫീഖ് ചെയ്ത് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഏവർക്കും ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആ ഇൽമിനനുസരിച്ച് ജീവിതത്തിൽ നന്നാക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈ ക്ലാസിനെ സൗകര്യം ചെയ്ത് തരുന്ന ഈ വ്യക്തിനും
വീട്ടുകാർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم توفنا مسلمين والحقنا بالصالحين. اللهم ربنا زدنا علما نافعا. اللهم يا مقلب القلوب ثبت قلوبنا على دينك.